4 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ശരിക്കും നമ്മൾ കഴിഞ്ഞ 2 സർവീസുകൾക്കകത്ത് പറഞ്ഞു വെച്ചത്. ഇന്ന് നമ്മൾ ഒരു 3 പോയിന്റും കൂടെ നമ്മൾ എക്സ്ട്രാ ഇന്ന് പറയും. ഹല്ലേലൂയ. അത് വളരെ അങ്ങനെ ടോട്ടൽ 7 പോയിന്റ്, ഹല്ലേലൂയ, 7 സ്കിൽസ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് ശരിക്കും എന്താണ്? ഒന്നാമത്തെ കാര്യം നമ്മൾ സംസാരിച്ചത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഓബ്ജക്റ്റുകൾ, വസ്തുക്കൾ അല്ലെങ്കിൽ കാര്യങ്ങൾ വെച്ചിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്കും അറിയാത്ത ഒരു കാര്യത്തെ കാണിച്ചുകൊണ്ടല്ല, മറിച്ച് നമ്മൾ കുഞ്ഞുനാളിൽ മുതൽ കണ്ട കാര്യങ്ങൾ, നമുക്ക് പരിചിതമായ കാര്യങ്ങൾ, അത് കാണിച്ചു തന്നുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഒരു 3 മണിക്കൂറിന് മുമ്പ് ഞാൻ ആലോചിക്കുകയായിരുന്നു, പരിശുദ്ധാത്മാവ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമായിരിക്കെ ദൈവത്തിന്റെ ആ ലെവലിൽ നിന്ന്, ആ ജ്ഞാനത്തിൽ നിന്ന്, ഹല്ലേലൂയ, അവൻ താന്നിറങ്ങി നമ്മുടെ ലെവലിലേക്ക് വന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ആലോചിക്കുന്നത് ഹോളി സ്പിരിറ്റ് ഈസ് എ വണ്ടർഫുൾ ഗാഡ്. ഹല്ലേലൂയ. സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാഡ്. ഹല്ലേലൂയ. ഞാനൊരു 3 മണിക്കൂർ മുമ്പ് ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 8 വർഷമായിട്ട് ഡിവോഴ്സിന്റെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. 2018 ആ വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടാൻ ഇടയായത്. ഹല്ലേലൂയ. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആ വ്യക്തിയെ ഒന്ന് സ്പിരിച്വലി അപ്ലിഫ്റ്റ് ചെയ്യാനും ഉയർത്തുവാനും ഒക്കെ കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. 2018 ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം തകർന്നടിഞ്ഞ ഒരു അവസ്ഥയിലുള്ള വ്യക്തിയായിരുന്നു. അപ്പം പെട്ടെന്ന് ആക്സിഡന്റായിട്ട് പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യിപ്പിച്ചു തന്നാണ്. അപ്പം ആ വ്യക്തിയുടെ ആത്മീയ വർധനവിന് ഉപകരിക്കുന്ന രീതിയിൽ ആ വ്യക്തിയെ ഉയർത്താൻ കർത്താവ് എന്നെ സഹായിച്ചു. 2018, 2019 എല്ലാ ശനിയാഴ്ചയും ഞാൻ ആലോചിക്കുന്നുണ്ട്, 1 മണിക്കൂർ 2 മണിക്കൂർ ഒക്കെ ഇങ്ങനെ പുള്ളിയോട് വചനം പറയാനും അദ്ദേഹത്തെ ആത്മീയമായിട്ട് ഉയർത്താനും ഒക്കെ കാരണമായി. ഹല്ലേലൂയ. അപ്പം കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ അദ്ദേഹം തന്നെ ആത്മീയമായിട്ട് വളരെ ഉയർന്നു. ഹല്ലേലൂയ. വളരെ വചനങ്ങളൊക്കെ അറിഞ്ഞ് ഭയങ്കര ജ്ഞാനം കൊണ്ട് അദ്ദേഹം നിറഞ്ഞു. അദ്ദേഹത്തിന്റെ ഡിവോഴ്സിന്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം അതിനകത്ത് എന്താണ് കർത്താവ് സംസാരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി എന്നെ വിളിച്ചു അദ്ദേഹം. 2 ദിവസം മുമ്പ് വിളിച്ചു. അപ്പം ഞാൻ തിരക്കായതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാനൊരു തിരിച്ച് അദ്ദേഹത്തെ ഇന്ന് വിളിക്കാനിടയായി. അപ്പോൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഈ പോയിന്റ് നമ്പർ 1 ഞാൻ പറയുന്നത്, 1 പറയുന്നത്, പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്ന ദർശനം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? പാവയ്ക്ക. ഞാൻ ആലോചിക്കുന്നത് ഹോളി സ്പിരിറ്റ് എത്ര നമ്മുടെ അതായത് നമുക്കറിയാവുന്ന രീതിയിൽ നമ്മുടെ ലെവലിലേക്ക് കടന്നു വന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ്. ഹല്ലേലൂയ. സർവ്വ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ഹി ഈസ് ദ പവർ ഓഫ് ഗോഡ്, ഹി ഈസ് ദ വിസ്ഡം ഓഫ് ഗോഡ്, ഹി ഈസ് ദ നോളജ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഹി ഈസ് ദ റെവലേഷൻ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആ ലെവലിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ലെവലിലേക്ക് താന്നു വന്നു നിന്നുകൊണ്ട് നമ്മളോട് ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, എത്ര ഉന്നതനാണ് ശരിക്കും പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പിന്നെ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് കാണിച്ചെന്ന ഒരു വിഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുക? പാവയ്ക്ക. ഹല്ലേലൂയ. അപ്പൊ പാവയ്ക്ക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, പാവയ്ക്ക കഴിക്കുമ്പോൾ എന്താണ്? അത് കയ്പാണ്. നമുക്കറിയാം പാവയ്ക്കകത്തൊരു കയ്പുണ്ടല്ലേ, അത് കഴിക്കുമ്പോൾ നമുക്കൊരു കയ്പുണ്ട്. പക്ഷേ പാവയ്ക്ക ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു മെസ്സേജ്, അദ്ദേഹത്തിന്റെ ഡിവോഴ്സ് കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, അതിനകത്തൊരു തീർപ്പ് വന്നിട്ടില്ല. അപ്പം പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, കയ്പേറിയ ഒരു അനുഭവത്തിലൂടെയാണ് ഇപ്പോൾ നീ കടന്നു പോകുന്നതെങ്കിലും, ഹല്ലേലൂയ, നിന്റെ ആത്മീയ വർധനവും നിന്റെ ആത്മീയ ഉയർച്ചയും ഈ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ശരിക്കും പാവയ്ക്ക എന്ന് പറയുമ്പോൾ കയ്പാണ്. ശരിക്കും നമ്മുടെ അതരത്തിൽ അത്, നമ്മുടെ വായിക്കകത്ത് അതെന്താണ്? അത് കയ്പാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മളത് കഴിക്കുമ്പോൾ അതിനകത്ത് എന്തുമാത്രം ന്യൂട്രിയൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കാര്യമാണ് ശരിക്കും പാവയ്ക്ക. ഹല്ലേലൂയ. അപ്പോൾ ചില സീസണുകൾ കർത്താവ് എന്ത് പറയുന്നത്, കൈപ്പേറിയ ഒരു അനുഭവമായിട്ടാണ് ആ വ്യക്തിക്ക് തോന്നുന്നതെങ്കിലും ആ വ്യക്തിയുടെ ആത്മീയ ഉയർച്ച ഭയങ്കരം തന്നെ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക്. ഹല്ലേലൂയ. 2018, 2019, ഈ 2 വർഷങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഒത്തിരി മണിക്കൂറുകൾ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി മണിക്കൂറുകൾ എന്ന് വെച്ചാൽ സാറ്റർഡേയിലൊക്കെ ഒരു ഉച്ച കഴിഞ്ഞ് 2 മണിക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ വചനം തന്നെ പുള്ളിയോട് ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ ആ വ്യക്തിയോട് ഈ ദിവസങ്ങളിൽ ഈ ദിവസം മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുള്ളി എന്നെ വിളിച്ചപ്പോഴൊക്കെ ഹല്ലേലൂയ, ഇറ്റ്സ് എ സിംബൽ ഓഫ് ബിറ്റർനെസ്. അതാ പറഞ്ഞേ റോസമ്മ സിസ്റ്റർ വന്ന്, ബിറ്റർനെസ് നമ്മുടെ വായിക്കാത്ത അത് കയ്പാണ്
രസമാണെങ്കിലും എന്താണ്, ആ പാവയ്ക്ക എത്ര നമ്മുടെ ശരീരത്തിന് ഒരു ഗുണമുള്ള ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മളോടൊരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലെവലിലേക്ക് താന്നിറങ്ങി വന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് കാര്യങ്ങളെ റിവീൽ ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള ഓബ്ജക്റ്റുകൾ, നമുക്ക് പരിചിതമായിട്ടുള്ള വസ്തുക്കൾ, നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചെന്നാണ് കർത്താവ് സംസാരിക്കുന്നത്. നമ്മൾ ജെറമിയയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം അതിന് ആധാരമായിട്ട് നമ്മൾ കണ്ടു. ഹല്ലേലൂയ. ആൽമണ്ട് ട്രീയുടെ ബ്രാഞ്ച് ജെറമിയ കണ്ടു. രണ്ടാമതായി നമ്മൾ സംസാരിച്ച പോയിന്റ് ഇതാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭാവന ഉപയോഗിച്ച് ഒരിക്കലും വിഷൻസ് കാണാൻ, ദർശനങ്ങൾ കാണാൻ ശ്രമിക്കരുത്. മറിച്ച് ദർശനങ്ങൾ നമ്മുടെ ആത്മാവിൽ കർത്താവിന്റെ ആത്മാവ് കാണിച്ചു തരികയാണ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞ പോയിന്റ്. മൂന്നാമത് നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? ദർശനങ്ങൾ കാണുന്നതിന് മുമ്പ് ആത്മീയമായിട്ടൊരു ഹാൻഡ് ഷേക്കിംഗ് നടക്കണം. ഹല്ലേലൂയ. ആ ഹാൻഡ് ഷേക്കിംഗ് നടക്കുന്ന 3 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. എന്താണ്? ഒന്നാമത്തത് എന്താണ്? ഹല്ലേലൂയ. ഭാഷാവരം ഉണ്ടെങ്കിൽ ഭാഷാവരത്തിൽ നമ്മൾ സ്തുതിക്കുമ്പോൾ, ഭാഷാവരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ആത്മീയമായിട്ട് നമുക്ക് കണക്ഷൻ കിട്ടും. പരിശുദ്ധാത്മാവും എന്റെ ആത്മാവും തമ്മിൽ ഒന്നായി ആ ഫ്രീക്വൻസിയിൽ പെട്ടെന്ന് മാച്ചിങ് സംഭവിക്കും. പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കും. ഹല്ലേലൂയ. ഭാഷാവരം. ഇനി ഭാഷാവരം ഇല്ലെങ്കിലോ നമ്മൾ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ പെട്ടെന്ന് ദൈവാത്മാവുമായിട്ട് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. മൂന്നാമത്തെ മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. ശരിക്കും വചനത്തെ ധ്യാനിക്കുമ്പോൾ, മനസ്സിലിട്ട് വചനത്തെ പ്രോസസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, വചനത്തെ ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടും. അതിനാധാരമായിട്ട് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. Hallelujah. Thank you, wonderful Lord Jesus. Hallelujah. Thank you, wonderful Lord Jesus. Beautiful Lord Jesus. Hallelujah. Holy Spirit, I praise you. Holy Spirit, I worship you. Give me a second. Holy Spirit, thank you. Hallelujah. Hallelujah. അപ്പം ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നമ്മൾ അതിന് ആധാരമായിട്ട് നമ്മൾ കണ്ടു. നമ്മൾ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നിന്റെ ആദരങ്ങളിൽ നിന്ന് ഈ കൽപ്പനകൾ മാറിപ്പോകരുത്, നീ രാത്രിയും പകലും എന്റെ വചനങ്ങളെ ധ്യാനിക്കണം. അപ്പം മൂന്നാമത് നമ്മൾ പറഞ്ഞ് ആ ആത്മാവിലുള്ള ഹാൻഡ് ഷേക്കിങ്, പരിശുദ്ധാത്മാവും എന്റെ ആത്മാവും തമ്മിലുള്ള ഹാൻഡ് ഷേക്കിങ് വേഗം നടക്കാനുള്ള 3 മാർഗങ്ങളാണ്. ഒന്ന്, ആത്മാവിൽ ഭാഷാവരത്തിൽ സ്തുതിക്കുക. രണ്ടാമത് എന്താണ്? യേശുവിനെ ആരാധിക്കുക. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം വചനത്തെ ധ്യാനിക്കുക. ഹല്ലേലൂയ. നാലാമത് നമ്മൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ദർശനത്തിന്റെയും ഇന്റർപ്രിട്ടേഷൻ, അതിന്റെ അർത്ഥം ആര് നമുക്ക് പറഞ്ഞു തരണം? പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരണം. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദർശനം നമ്മൾ കാണുമ്പോൾ ആ ഓൺ ദ സ്പോട്ടിൽ അത് നമുക്ക് ചിലപ്പോൾ ഹോളി സ്പിരിറ്റ് അതിന്റെ ഇൻസൈറ്റ് നമുക്ക് തരാൻ സാധിക്കും. ചിലപ്പോൾ ആ ഓൺ ദ സ്പോട്ടിൽ അത് ലഭിക്കണമെന്നില്ല, മറിച്ച് മറ്റൊരു സമയത്തായിരിക്കാം നമുക്ക് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്. ഹല്ലേലൂയ. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 ശുശ്രൂഷകൾക്കകത്ത് നമ്മൾ സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. പുതിയതായിട്ട് ജോയിൻ ചെയ്തവർ ദയവേത് എൻ്റെ ഈ ഫേസ്ബുക്ക് ടൈം ലൈനിലുള്ള മുമ്പുള്ള 2 മെസ്സേജുകൾ കാണുവാൻ മറന്നുപോലെ. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഈ മെസ്സേജ് വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു കൂടുതൽ എൻലൈറ്റ്മെന്റ് കിട്ടും, നിങ്ങൾക്ക് അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഹല്ലേലൂയ. പുതിയതായിട്ട് ജോയിൻ ചെയ്തവർ ദയവേത് ശുശ്രൂഷകൾ ഷെയർ ചെയ്യാനും മറന്നുപോകരുത്. നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് വരാം. 5-ാമത്തെ കാര്യം. 5-ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറയുന്നത്, ഒരു വിഷൻ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു വിഷൻ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുമ്പോൾ ആ പിക്ചർ അല്ലെങ്കിൽ ആ പടം അല്ലെങ്കിൽ ആ ഇമേജിനകത്തുള്ള ഡീറ്റെയിൽസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ ഡീറ്റെയിൽസിനകത്ത് ഒരു സന്ദേശം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. 5-ാമതായിട്ട് പറയുന്ന പോയിന്റ് ഇതാണ്. നമ്മൾ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു വിഷനോ ഒരു പടമോ ഒരു പിക്ചറോ ഒരു ഒബ്ജക്റ്റോ എന്തെങ്കിലും കാണിച്ചു തരുമ്പോൾ അതിനകത്തുള്ള ഡീറ്റെയിൽസ്, ആ പടത്തിനകത്തുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഹല്ലേലൂയ. കാരണം അതിനകത്ത് എന്തുണ്ട്? ഒരു മെസ്സേജ് പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വേഗം എടുക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം എടുക്കാം. നമുക്ക് വചനത്തിനകത്തും തന്നെ ഇതിന്റെ ക്ലാരിറ്റി നമുക്ക് കൊണ്ടുവരാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് വേഗം എടുക്കാം. ഹല്ലേലൂയ. ജെറമിയ 1:13. ഓക്കെ. വചനം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ
ഞാൻ വായിക്കാം. ജെറമ്യ 1:13. എന്തൊരു ദർശനം പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുമ്പോഴും അതിനകത്തെ ഡീറ്റെയിൽസിനകത്ത് ഒരു കാര്യം പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ. സിബി താങ്ക്സ് ഫോർ ജോയിനിങ്. കർത്താവ് വീണ്ടും 13-ാം വാക്യം പറയുന്നു, കർത്താവ് വീണ്ടും എന്നോട് ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, തിളയ്ക്കുന്ന ഒരു പാത്രം വടക്ക് നിന്ന് ചെരിയുന്നത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. എന്താണ് ജെറമ്യയോട് കർത്താവ് ചോദിക്കുന്നത്? നീ എന്ത് കാണുന്നു? ജെറമ്യ പറയുന്നത് എന്താണ്? തിളയ്ക്കുന്ന ഒരു പാത്രം കാണുന്നു എന്നാണോ ജെറമ്യ പറഞ്ഞത്? അല്ലല്ല. ഹല്ലേലൂയ. തിളയ്ക്കുന്ന ഒരു പാത്രം കാണുന്നു അല്ലെങ്കിൽ ചെരിയുന്നു എന്നാണോ ജെറമ്യ കണ്ടത്? അതെന്താണ്? അത് വടക്ക് നിന്ന് ചെരിയുന്നതായി ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജെറമ്യയോട് കർത്താവ് ചോദിക്കുന്നു, എന്താണ് നീ കാണുന്നത്? ജെറമ്യ പറയുന്നു, തിളയ്ക്കുന്ന ഒരു പാത്രം വടക്ക് നിന്ന് ചരിയുന്നത് ഞാൻ കാണുന്നു. സോ അതിനകത്തെ ഡീറ്റെയിൽസ്. അപ്പൊ ജെറമ്യ ദർശനം കാണുകയാണ്. ദർശനത്തിനകത്ത് തിളയ്ക്കുന്ന ഒരു പാത്രം. ഹല്ലേലൂയ. അത് എന്താണ്? അത് ശരിക്കും അത് ചരിയുന്നു. ഹല്ലേലൂയ. അപ്പൊ ചെരിയുമ്പോൾ ജെറമ്യ കാണുന്നത്, ജെറമ്യ പ്രത്യേകം പറയാണ്, അത് വടക്ക് നിന്ന് ചരിയുന്നു. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഒരു ദർശനം കാണുമ്പോൾ ആ ദർശനത്തിനകത്തുള്ള ഡീറ്റെയിൽസിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ അടുത്ത വാക്യത്തിനകത്ത് കർത്താവ് പറയുന്നത് എന്താണ്? അപ്പൊ കർത്താവ് അരുളി ചെയ്തു, ഈ ദേശത്ത് വസിക്കുന്നവരെ മുഴുവൻ ഗ്രസിക്കുന്ന ദുരന്തം വടക്ക് നിന്ന് തിളച്ചൊഴുകും. ഓ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പം ആ വടക്ക് എന്ന് പറയുന്ന ആ വിഷൻ കാണിക്കുമ്പോൾ ആ വിഷനകത്തുള്ള ഡീറ്റെയിൽസ് നമ്മൾ ക്യാപ്ചർ ചെയ്യണം. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള മെസ്സേജുകൾ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ചോദിച്ചു, നീ എന്ത് കാണുന്നു? ജെറമ്യ പറഞ്ഞു, തിളയ്ക്കുന്ന ഒരു പാത്രം ഞാൻ കാണുന്നു എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ തിളയ്ക്കുന്ന ഒരു പാത്രം ചെരിയുന്നത് ഞാൻ കാണുന്നു എന്നല്ല ജെറമ്യ പറഞ്ഞത്. തിളയ്ക്കുന്ന ഒരു പാത്രം വടക്കുനിന്ന് ചെരിയുന്നത് ഞാൻ കാണുന്നു. കാരണം അതിനൊരു അർത്ഥമുണ്ട്. അപ്പൊ കർത്താവ് അരുളി ചെയ്തു, ദേശത്ത് വസിക്കുന്നവരെ മുഴുവൻ ഗ്രസിക്കുന്ന ദുരന്തം വടക്ക് നിന്ന് തിളച്ചൊഴുകും. ഉദാഹരണം പറയട്ടെ, നിങ്ങളിപ്പം ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നിരിക്കട്ടെ. ഹല്ലേലൂയ. ഉദാഹരണം പറയും, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നിരിക്കട്ടെ. അപ്പൊ ഇന്ത്യയുടെ മാപ്പ് നിങ്ങൾ ദർശനത്തിൽ കണ്ടു. അപ്പം വടക്കേ ഇന്ത്യയിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു കപ്പ്, ഹല്ലേലൂയ, അതിനകത്ത് തിളച്ച് എന്ത് പറയുന്നത് സൗത്തിലോട്ട് വീഴുന്ന പോലെ കണ്ട അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിന് പ്രാധാന്യമുണ്ട്. അതിനകത്തുനിന്നൊരു മെസ്സേജ് കർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഓരോ ദർശനങ്ങൾ കാണുമ്പോഴും അതിനകത്തെ ഡീറ്റെയിൽസിനകത്ത് കാര്യമുണ്ട്. അത് വളരെ നമ്മൾ സൂക്ഷിച്ച് ആ ഡീറ്റെയിൽസ് എഴുതി വെക്കണം. ഹല്ലേലൂയ. നമ്മൾ ശരിക്കും എഴുതി വെക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം. ആ ഡീറ്റെയിൽസ് അതിനകത്തൊക്കെ ഒരു മെസ്സേജ് ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് 1-2 വാക്യങ്ങളുടെ വേഗം എടുത്ത് ഈ ഒരു പോയിന്റിനെ നമുക്കൊന്ന് ഉറപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം എടുത്ത് എല്ലാവരും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം എടുത്ത്. ഹല്ലേലൂയ. ഞാൻ വെളിപ്പാടെന്നൊക്കെ പറയാൻ പഠിച്ചു. ഇപ്പം ഹല്ലേലൂയ വെളിപാട് നിർത്തി ഇപ്പം വെളിപ്പാടെന്നാക്കി. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം എടുത്ത്. ഹല്ലേലൂയ. നമ്മുടെ ശൈലജ സിസ്റ്ററാണ് ശരിക്കും ആദ്യം ബ്രദറെ ഈ വെളിപാട് എന്നുള്ള പരിപാടി നിർത്തിയിട്ട് വെളിപ്പാടെന്നാ പറയേണ്ടതെന്നൊക്കെ നമ്മുടെ ശൈലജ സിസ്റ്ററാണ് ആദ്യം എന്നെ ഓർമ്മിപ്പിച്ചത്. സിസ്റ്റർ എനിക്ക് മെസ്സേജ് വിട്ടത്. എന്തായാലും വെളിപ്പാടെന്നൊക്കെ ഇപ്പം പറയാൻ ഞാൻ ഏകദേശം പഠിച്ചു. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന പോയിന്റ് പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടി പറയുന്നു. ഒരു ദർശനം പരിശുദ്ധാത്മാവ് കാണിച്ചു തരുമ്പോൾ ആ ദർശനത്തിനകത്തുള്ള ഡീറ്റെയിൽസിനകത്ത് ഒരു മെസ്സേജ് ഉണ്ട്. അതിനകത്ത് ഒരു കാര്യം പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ജെറമ്യയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമ്മൾ സംസാരിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനിയും അതിന്റെ തുടർമാനമായിട്ട് ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഡീറ്റെയിൽസിനകത്തുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അവിടെ പറയുന്നു, കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അപ്പസ്തോലനായ യോഹന്നാൻ എന്ത് കാണുകയാണ്? ഒരു ദർശനം കാണുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ദർശനത്തിൽ എന്താ കാണുന്നത്? കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. ഹല്ലേലൂയ. അടുത്ത വാക്ക് പറയാണ്, അതിനെന്തുണ്ട്? 10 കൊമ്പുണ്ട്, 7 തലയുണ്ട്, കൊമ്പുകളിൽ 10 രത്നങ്ങളും തലകളിൽ ദൈവദൂഷണപരമായിട്ടുള്ള ഒരു നാമവും ഉണ്ടായിരുന്നു. കണ്ടില്ലേ? ഡീറ്റെയിൽസ് പറയുന്നുണ്ടില്ലേ? ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. യോഹന്നാൻ ഡീറ്റെയിൽസ് പറയാ. മൃഗത്തെ കണ്ടെന്ന് പറഞ്ഞ് അവിടെ നിർത്തുവാണോ ചെയ്യുന്നത്? അല്ല. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മൃഗത്തെ കണ്ടു എന്ന് പറഞ്ഞ് അവിടെ നിർത്തുവാണോ ചെയ്തത്? അല്ല. ഹോളി സ്പിരിറ്റ് പ്രൈസ് യു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മൃഗത്തെ കണ്ടു എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയല്ല യോഹന്നാൻ ചെയ്യുന്നത്. ആ മൃഗത്തിന്റെ ഡീറ്റെയിൽസ് പറയുകയാണ് പിന്നെ.
ഹല്ലേലൂയ. അവിടെ പറയാണ് ഒരു മൃഗത്തെ ഞാൻ കണ്ടു, അതിനെന്തുണ്ട്? 10 കൊമ്പുണ്ട്. ഹല്ലേലൂയ. അതിന് 7 തലയുണ്ട്, കൊമ്പുകളിൽ 10 രത്നങ്ങളും തലകളിൽ ദൈവദൂഷണപരമായിട്ടുള്ള ഒരു നാമവും ഉണ്ടായിരുന്നു. അവിടെ കൊണ്ട് നിർത്തുന്നില്ല. പിന്നെയും പറയാണ് ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിയെ പോലിരിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ കാലുകൾ കരടിയുടേതുപോലെ, വായ് സിംഹത്തിൻ്റെതുപോലെയും, സർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിന് കൊടുത്തു. ഹല്ലേലൂയ. കണ്ടില്ലേ? ഹല്ലേലൂയ. ഓരോന്നിനും അർത്ഥമുണ്ട് ഇവിടെ. ഹല്ലേലൂയ. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു, സിംഹം അതിന് ശക്തിയും സിംഹാസനവും അധികാരവും കൊടുത്തു. എന്നാണോ യോഹന്നാൻ പറഞ്ഞേക്കുന്നത്? ഹല്ലേലൂയ. അല്ല, യോഹന്നാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാണ്. ഒരു മൃഗത്തെ കണ്ടു. ഹല്ലേലൂയ. ആ മൃഗത്തിന് എന്ത് ചെയ്തു? 10 കൊമ്പുണ്ട്. 10 കൊമ്പിന് ഒരു അർത്ഥമുണ്ട്. ഹല്ലേലൂയ. 7 തലയ്ക്കൊരു അർത്ഥമുണ്ട്. ഹല്ലേലൂയ. 10 കൊമ്പ് എന്ന് പറയുന്നത് ശരിക്കും യുണൈറ്റഡ് നേഷൻസിലുള്ള ഇന്നത്തെ യുണൈറ്റഡ് നേഷൻസിലുള്ള 10 രാജ്യങ്ങൾ അല്ല, they will submit their authority to the Antichrist. ഹല്ലേലൂയ. 7 തലയെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഇപ്പോൾ ഉള്ള ഹല്ലേലൂയ 7 രാജ്യങ്ങൾ അവരുടെ എല്ലാ അധികാരവും ശക്തിയും അന്തിക്രിസ്തുവിന് സബ്മിറ്റ് ചെയ്യും. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. അപ്പോൾ ഓരോന്നിനും അർത്ഥമുണ്ട്. 10 കൊമ്പിനൊരു അർത്ഥമുണ്ട്, 7 തലയ്ക്കൊരു അർത്ഥമുണ്ട്. അതിന് എന്ത് പറയുന്നത്? ദൈവദൂഷണപരമായ ഒരു നാമം ഉണ്ടായിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അവിടെ പറയുന്നത് നോക്കിക്കേ. ഹല്ലേലൂയ. ഓരോ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലായില്ലേ? ഹല്ലേലൂയ. അതിന്റെ തലകളിൽ ഒന്ന് മാരകമായി മുറിവേറ്റതുപോലെ തോന്നി, എങ്കിലും മരണകാരമായ ആ മുറിവ് സുഖമാക്കപ്പെട്ടു. ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. മൃഗത്തെ പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? ഹല്ലേലൂയ. പോരാടുക എന്ന് പറഞ്ഞാൽ അതിനോട് കിടപിടിക്കാൻ, ഹല്ലേലൂയ, ഈ മൃഗത്തോട് അന്തിക്രിസ്തുവിനോട് കിടപിടിക്കാൻ, അവന്റെ ശക്തിയോട് കിടപിടിക്കാൻ ആർക്ക് കഴിയും? അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 രാജ്യങ്ങളും 10 കൊമ്പും 7 തലകളും അവരുടെ എന്ന് വെച്ചാൽ 17 രാജ്യങ്ങൾ, ഹല്ലേലൂയ, അവരുടെ എല്ലാ മിലിറ്ററി പവറുകളും ആർക്ക് കൊടുക്കും? അന്തിക്രിസ്തുവിന് കൊടുക്കും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് അവനോട് പോരാടാൻ ആരുണ്ട് എന്ന് ഇവിടെ യോഹന്നാൻ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോ ഒരു ദർശനം നമ്മൾ കാണുമ്പോൾ, നമ്മൾ ഇതിന്റെ വെളിപ്പാട് പുസ്തകത്തിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല, നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വചനത്തിനകത്തുനിന്ന് തന്നെ ഒരു ദർശനം കാണുമ്പോൾ ആ ദർശനത്തിനകത്തുള്ള ഡീറ്റെയിൽസിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. മൂന്നാമതൊരു വാക്യം കൊണ്ട് എടുക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം എടുത്തേ. ഹല്ലേലൂയ. 2-3 വചനങ്ങൾ കൊണ്ട് ഞാനത് തെളിയിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം വേഗം എടുത്തേ. അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ എടുത്തേ. ഹല്ലേലൂയ. ഓരോ ദർശനവും കർത്താവ് കാണിച്ചു തരുമ്പോൾ യു ഹാവ് ടു ക്ലിയർലി സീ ദാറ്റ് വിഷൻ ആൻഡ് ഒബ്സർവ് ഇറ്റ്. ഹല്ലേലൂയ. അതിനകത്ത് പാർഷ്യലായിട്ട് പകുതി കണ്ട് അവിടുന്ന് വിട്ടുപോരരുത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്യും? പകുതിയായി പോകും. അതിന്റെ ഫുൾ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് കിട്ടണമെങ്കിൽ ആ ദർശനത്തെ മുഴുവനായിട്ടും പിടിക്കണം. ഹല്ലേലൂയ. അതിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ പിടിക്കണം. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയതായിട്ട് ഒത്തിരി പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. എന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനു മുമ്പുള്ള 2 സർവീസുകൾ ഫേസ്ബുക്ക് ടൈം ലൈനിലുണ്ട്. ഇത് പാർട്ട് 3 ആണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ ആ ശുശ്രൂഷകളും ഇതിന് ശേഷം കാണാൻ മറന്നുപോലെ, അതുപോലെ ദയവ് ചെയ്ത് ശുശ്രൂഷകൾ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ തുടർന്ന് കാണാവും. ഹല്ലേലൂയ. എടുത്തേ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം എടുത്തേ. ഹലോ CB സിസ്റ്റർ, താങ്ക്സ് ഫോർ ഷെയറിംഗ് ദാറ്റ്. എന്താ, ഞാനൊരു വെള്ള കുതിരയെ കണ്ടു. ഇവിടെ യോഹന്നാൻ കാണുന്നത് എന്താണ്? ഒരു വെള്ള കുതിരയാണ് കാണുന്നത്. കളർ ഈസ് ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. കുതിരയുടെ കളറിന് പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. ആത്മീയ മണ്ഡലത്തിൽ നിങ്ങൾ കാണുന്ന എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. കളറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കളർ ഹാസ് എ സിഗ്നിഫിക്കൻസ്. ഹല്ലേലൂയ. അപ്പൊ ആ കളർ നിങ്ങൾ ഒപ്പിയെടുക്കണം, ആ കളർ നിങ്ങൾ പിടിക്കണം. ഹല്ലേലൂയ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണുന്ന ദർശനങ്ങളുണ്ട്. പക്ഷെ ആത്മീയ മണ്ഡലത്തിൽ ചില ദർശനങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് കളറുകളെ കാണിച്ചു തരുമ്പോൾ ആ കളറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ പറയുകയാണ്, ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. ശ്രദ്ധിക്കണം അടുത്തത്. അതിന്റെ പുറത്ത് വില്ലുമായി ഇരിക്കുന്ന ഒരുവൻ. ഹല്ലേലൂയ. അവൻ ഒരു കിരീടം നൽകപ്പെട്ടു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജൈത്രയാത്ര ആരംഭിച്ചു. ഹല്ലേലൂയ. ഇവിടെ വില്ലുണ്ട്, പക്ഷെ എന്തില്ല? ഹല്ലേലൂയ. ആർക്കെങ്കിലും പറയാമോ? വെരി ഇമ്പോർട്ടന്റ്. ഒരു ദർശനത്തിന്റെ ഇന്റർപ്രിട്ടേഷനകത്ത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ പറയുന്നു, ഒരു വെള്ള കുതിരയെ കണ്ടു. കളർ എന്താണ്? വെള്ള. അതിന്റെ പുറത്ത് ആരിയ്ക്കുന്നു? വില്ലുമായി ഒരുവൻ ഇരിക്കുന്നു. വില്ലുണ്ട്, പക്ഷെ എന്തില്ല? ഹല്ലേലൂയ. ആർക്കെങ്കിലും പറയാമോ?
ചോദ്യം ചോദിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ആശാ സിസ്റ്റർ ഇങ്ങനെ പറയും, ചോദ്യം ചോദിക്കുന്നില്ല എന്ന്. ഹല്ലേലൂയ. വില്ലുണ്ട്, അവന്റെ കയ്യിൽ എന്തുണ്ട്? ആരോ ഇല്ല. യെസ് യെസ് യെസ്, അമ്പില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നോ ആരോ. യെസ് യെസ്, താങ്ക് യു ഫോർ. നമുക്കിതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാം. ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നോ ആരോ. യെസ്, വെരി ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. വെള്ളക്കുതിലിരിക്കുന്നവൻ എന്തുണ്ട്? വില്ലുണ്ട്, പക്ഷെ അവന്റെ കയ്യിൽ ആരോ ഇല്ല. there is no arrow. ഹല്ലേലൂയ. അപ്പൊ അതിനർത്ഥം he cannot damage. ഹല്ലേലൂയ. അപ്പൊ അവന് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ജൈത്രയാത്ര ചെയ്യുന്ന ഒരു ജൈത്രയാത്ര അവിടുന്ന് ആരംഭിച്ചു. ഹല്ലേലൂയ. താങ്ക് യെസ്, അമ്പ്. ഹല്ലേലൂയ. അപ്പോൾ ഏത് ദർശനങ്ങളായാലും, യെസ്, താങ്ക് യു. ഹല്ലേലൂയ. ഏത് ദർശനങ്ങളായാലും എന്തുണ്ട്? ആ ദർശനത്തിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഡീറ്റെയിൽസ് നമ്മൾ പിടിക്കണം. ഹല്ലേലൂയ. ആ ഡീറ്റെയിൽസ് പിടിക്കുമ്പോൾ ആ ഡീറ്റെയിൽസിന്റെ അർത്ഥം നമുക്ക് അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാവേ, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇവിടുന്ന് ശരിക്കും ഞാൻ താമസിക്കുന്ന ഡാർവിൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ശരിക്കും ഞാൻ പാമസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ബാഡ്മിന്റൺ കളിക്കാൻ പോയി. ഞങ്ങൾക്ക് എല്ലാ സൺഡേസിലും ആഫ്റ്റർനൂണിൽ ഞങ്ങൾക്ക് ബാഡ്മിന്റൺ ഉണ്ട്. അപ്പം ഞാനും ജോയലും ജെസിക്കയും ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു വിഷൻ ഞാൻ കാണുകയാണ്. അല്ല, വിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും ഒരു ട്രീ. അപ്പൊ ആ ട്രീ നിറച്ച് ശരിക്കും മഞ്ഞ കളറിലുള്ള ഫ്ലവേഴ്സ്. ഹല്ലേലൂയ. ഒരു സാധാരണ ഒരു ചെറിയ ട്രീ അല്ല, ഒരു വലിയ ട്രീ. ആ ട്രീയുടെ ഇലകള് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് എല്ലാം എന്താണ്? ഭയങ്കര യെല്ലോ കളർ, ബ്യൂട്ടിഫുൾ ട്രീ. ഹല്ലേലൂയ. ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടാണ്. ഹല്ലേലൂയ. അപ്പൊ എപ്പോൾ വേണേലും പരിശുദ്ധാത്മാവിന് നമ്മൾ ഒരു ദർശനം കാണിക്കാം. Hallelujah. Anytime he can show to us. The only thing, we must be spiritually connected. Hallelujah. Connected to the Holy Spirit. Hallelujah. അതാണ് ആത്മാവിനെ നയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ. എവറി മിനിറ്റ് വി ക്യാൻ ബി കണക്റ്റഡ് ടു ദ ഹോളി സ്പിരിറ്റ്. ഓരോ മിനിറ്റിലും. ഞാനാണ് ഇന്ന് ശരിക്കും ഐ വാസ് വെരി എന്താ പറയുന്നത്, ഐ വാസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ് അറ്റ് ഓൾ ടുഡേ. I don't know. Sometimes I'm not in a good mood. Hallelujah. അപ്പം വളരെ ഇങ്ങനെ അസ്വസ്ഥമായിട്ടുള്ളൊരു മൂഡായിരുന്നു ശരിക്കും. ഇന്ന് ഭയങ്കര മൂഡിയായിരുന്നു ശരിക്കും. ഹല്ലേലൂയ. ഓരോ ഇമോഷൻസ് ആണല്ലോ നമുക്ക് ഓരോ സമയത്ത്. അപ്പം ഞാൻ നേരത്തെ വിളിച്ചു എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടല്ലോ, അവനെ വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ദർശനം കാണുമോന്ന് പോലും എനിക്ക് ഒരു ഉറപ്പില്ല. കാരണം ഐ വാസ് സോ ഡൾ ഇൻ മൈ സ്പിരിറ്റ്, ഐ വാസ് വെരി ഡൾ ഇൻ മൈ സോൾ. സോ അവൻ 2-3 പ്രാവശ്യമായിട്ട് എന്നെ വിളിച്ചു, ആ വ്യക്തി എന്നെ വിളിച്ചു, തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്നാൽ എപ്പോഴെങ്കിലും വിളിച്ചേക്കാം, ഇപ്പം വിളിച്ചേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു 3 മണിക്കൂറിന് മുമ്പ് ഞാൻ അവനെ വിളിക്കുന്ന സമയത്ത് ഒരു ദർശനം കാണുമോന്ന് പോലും ഞാൻ ചിന്തിക്കാത്ത സമയത്താണ് പെട്ടെന്ന് കർത്താവ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ, അവന്റെ റിക്വയർമെന്റ് ആണ്. അവൻ കർത്താവിനോട് അവിടെ ഇരുന്ന് തേങ്ങുവാണ്, എന്നോട് സംസാരിക്കണേ എന്ന്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഇപ്പൊ ചില ഹീലിങ്ങുകൾ, ചില സൗഖ്യങ്ങൾ ചില വ്യക്തികൾ ശരീരത്തിൽ റിസീവ് ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ദ ടൈം ഹാസ് നോട്ട് കം ഫോർ ദം ടു റിസീവ്. അല്ലേ, അവരിപ്പോഴും ഹ്യൂമൻ നമ്മുടെ ഫിസിക്കൽ തലത്തിലുള്ള ഫിസിക്കൽ തലത്തിലുള്ള സൊല്യൂഷനുകളുടെ പുറകെ ഒരു സൗഖ്യത്തിന് വേണ്ടി പോവുകയാണ്. ആ ഡോക്ടറെ കാണാം, ഈ ഡോക്ടറെ കാണാം, എനിക്ക് അതുണ്ട് ഇതുണ്ട് അങ്ങനെ എല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ വരത്തില്ല. അല്ല, ഗോഡ് വിൽ ഇന്റർഫിയർ വെൻ യു സേ ലോർഡ് ഐ ഹാവ് നോബഡി. ഹല്ലേലൂയ. നമ്മളിവിടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താണ്? കർത്താവേ, നമ്മൾക്ക് പോകാൻ ഒരിടമില്ല, ഞങ്ങൾക്ക് സൗഖ്യത്തിനായിട്ട് പോകാൻ മറ്റൊരു ഇടമില്ല, എന്റെ അത്ഭുതത്തിനായിട്ട് പോകുവാൻ എനിക്ക് മറ്റൊരു ഇടമില്ല. കർത്താവിന്റെ മുമ്പിൽ കർത്താവെ അങ്ങല്ലാതെ മറ്റാരുമില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴെങ്കിലും എനിക്ക് അതുണ്ട്, എനിക്ക് ഈ ഡോക്ടറെ കാണാം, ആ ഡോക്ടറെ കാണാം, എനിക്ക് ഈ പരിചയമുണ്ട്, ആ പരിചയമുണ്ട്, ഈ വ്യക്തി എന്നെ സഹായിക്കും, ആ വ്യക്തി എന്നെ സഹായിക്കും, അങ്ങനെ നമ്മൾ സ്വന്തം ബുദ്ധി കൊണ്ട് മാനുഷികമായിട്ടുള്ള ഒരു പിന്തുണ നേടാൻ, ഒരു സഹായം നേടാൻ നമ്മൾ നോക്കും തോറും ദൈവത്തിന്റെ ആത്മാവ് അകന്നു പോയിക്കൊണ്ടിരിക്കും. ബിക്കോസ് ഹോളി സ്പിരിറ്റ് ഈസ് സീയിങ് യു. നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. കാരണം നിങ്ങൾ മാനുഷിക തലത്തിൽ നിന്ന് നിങ്ങൾ സൊല്യൂഷനുകൾ നേടാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ സൗഖ്യം വരത്തില്ല. പരിശുദ്ധാത്മാവ് എപ്പോഴാണോ വ്യക്തികളെ സൗഖ്യമാക്കുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ. സങ്കീർത്തനം 147 മൂന്നാമതൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ. ദ ലോർഡ് ഹീൽസ് ദ ബ്രോക്കൺ ഹാർട്ടഡ്. മനം തകർന്നവരെ, ഹൃദയം തകർന്നവരെ കർത്താവ് സൗഖ്യമാക്കും. ഹല്ലേലൂയ.
ഹാലലൂയ. താങ്ക് യു ജീസസ്. അപ്പം മനം തകർന്ന് ഹൃദയം തകർന്ന് എനിക്കൊന്ന് സങ്കീർത്തനം 34 18 വാക്യം 18-19 ആ വാക്യങ്ങളിലൊക്കെ പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. മനമുരുകിയവരെ, മനം തകർന്നവർക്ക് അവൻ സമീപസ്ഥനാണ്, അവരുടെ മുറിവുകളെ അവൻ വെച്ച് കെട്ടും. ഹല്ലേലൂയ. അപ്പൊ ചില വ്യക്തികൾക്ക് സൗഖ്യം സ്വീകരിക്കാത്തതിന് കാരണം നിങ്ങൾ എന്ത് പറയുന്നത്, നിങ്ങൾ ഇപ്പോഴും ഹ്യൂമൻ തലത്തിലുള്ള മാനുഷിക തലത്തിലുള്ള സൊല്യൂഷന് വേണ്ടി ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെ കർത്താവെ, എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ, വേറെ ആരും എനിക്കില്ല എന്ന് കർത്താവിന്റെ മുമ്പിൽ കണ്ണുനീരോടെ പറയുന്ന ഒരു വ്യക്തിയെ ഉറപ്പായിട്ടും യേശു കർത്താവ് തൊട്ടിരിക്കും, സ്പർശിച്ചിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ കണ്ട ആ വിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രീ, ആ ട്രീയുടെ ഇലകളും അതിന്റെ പുഷ്പങ്ങളും ഫ്ലവേഴ്സ് എല്ലാം എന്താണ്? നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ യെല്ലോ കളർ. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഒരു വിഷൻ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീക്കല്ല ഇമ്പോർട്ടൻസ്, അതിന്റെ കളർ ഓഫ് ദ ഫ്ലവേഴ്സിനാണ് ഇമ്പോർട്ടൻസ്. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ഒരു ദർശനം, നമ്മൾ 5ാമത്തെ പോയിന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ദർശനം കാണുമ്പോൾ ആ ദർശനത്തിനകത്തുള്ള ഡീറ്റെയിൽസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആ ട്രീ ഞാൻ കണ്ടു. ട്രീ കണ്ടപ്പോൾ അതിന്റെ മുഴുവൻ ഇലകളും പുഷ്പങ്ങളും എല്ലാം എന്താണ്? നല്ല നല്ല സൂപ്പർ വൈറ്റ്, ഐ മീൻ യെലോയിഷ് കളർ. അപ്പം ആ ട്രീയേക്കാൾ അതിന് ഇമ്പോർട്ടൻസ് എന്താണ്? അതിന്റെ കളർ ഓഫ് ദ ഫ്ലവർ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥമാണ് നമ്മൾ ശരിക്കും തിരിച്ചറിയേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അങ്ങനെ ഓരോ വിഷനും നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ദർശനങ്ങളായിക്കോട്ടെ, ഹല്ലേലൂയ, ആ ദർശനങ്ങൾക്കകത്തെല്ലാം തന്നെ ഒരു അർത്ഥം ഇരിപ്പുണ്ട്. ആ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കണം. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. മറ്റൊരു സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ടൊരു വിഷനാണ് ശരിക്കും. I saw the Holy Spirit kept 3 keys on my tongue. ഹല്ലേലൂയ. എൻ്റെ നാവേൽ 3 കീകൾ പ്ലേസ് ചെയ്യുന്ന കണ്ടു. ഹല്ലേലൂയ. 3 കീകൾ, 3 താക്കോലുകൾ ഹല്ലേലൂയ പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ ഒരു താക്കോലല്ല, 2 താക്കോലല്ല, 3 താക്കോലുകൾ. സോ അത് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഡീറ്റെയിൽസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് ടു കറക്റ്റ്ലി സീ ഫ്രം ദ ഹോളി സ്പിരിറ്റ് ദ നമ്പർ ഓഫ് കീസ്. ഹല്ലേലൂയ. നമുക്കറിയാം കീകൾ എന്ന് പറയുന്നത് എന്താണ്? ടു ലോക്ക് ആൻഡ് അൺലോക്ക് ഇസ് എ സിംബൽ ഓഫ് അതോറിറ്റി. ഹല്ലേലൂയ. അപ്പോൾ ഹോളി സ്പിരിറ്റ് ജസ്റ്റ് പ്ലേസ്ഡ് 3 keys on my tongue. എൻ്റെ നാവിൻ്റെ മുകളിൽ കൊണ്ട് 3 കീകൾ, 3 താക്കോലുകൾ. യെസ്. അപ്പൊ 3 താക്കോലുകൾ പ്ലേസ് ചെയ്യുന്നത് കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു താക്കോലല്ല, 2 താക്കോലല്ല, 3 താക്കോൽ. അപ്പൊ 3 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഉള്ള ഒരു അതോറിറ്റി. ഹല്ലേലൂയ. കീസ് ഒക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ ഇറ്റ്സ് എ റിയൽ. ഓക്കെ, ഐ ഹാവ് സീൻ മെനി ടൈപ്സ് ഓഫ് കീസ്. ഐ ഹാവ് സീൻ ഏൻഷ്യൻ കീസ്, വളരെ പുരാതനമായിട്ടുള്ള കീകൾ. നമ്മൾ ഈ പണ്ട് വലിയ 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 തറവാടുകളിലൊക്കെ ചില കീകളുണ്ടല്ലോ, വലിയ പുരാതനമായിട്ടുള്ള ഏൻഷ്യൻ ടൈപ്പിലുള്ള ഭയങ്കരമുള്ള കീകൾ. അങ്ങനെയുള്ള കീകളുണ്ട് ആത്മീയ മണ്ഡലത്തിനകത്ത്. ഓരോ കീകൾക്കും വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ കീകൾ എൻ്റെ അതരങ്ങളുടെ മേൽ കർത്താവ് വെച്ച് തന്നപ്പോൾ, ഹല്ലേലൂയ, എനിക്ക് ഐ നോ ദാറ്റ് കീസ് ആർ ആക്ച്വലി അതോറിറ്റീസ്. I have given authority to lock and unlock certain things. ഹല്ലേലൂയ. 3 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ തുറക്കാനും അടയ്ക്കാനുമുള്ള അതോറിറ്റിയാണ് എൻ്റെ നാവിൻ്റെ മേൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. പക്ഷെ അത് എന്താണെന്നോ, ആ 3 കാര്യങ്ങൾ എന്താണെന്ന് ഈ ദിവസങ്ങളിലേ എനിക്കത് മനസ്സിലായി വരത്തുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? പെട്ടെന്ന് ആ 3 കീ പ്ലേസ് ചെയ്തപ്പോൾ, ഈ കീ ഇതാണ്, ആ കീ ഇതാണ്, 3ാമത്തെ കീ ഇതാണ് എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ആ 3 കീകൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ 3 keys were placed on my tongue. എൻ്റെ നാവിൻ്റെ മേൽ 3 കീകൾ പരിശുദ്ധാത്മാവ് വെക്കുന്നത് ദർശനത്തിൽ ഞാൻ കണ്ടു. അപ്പൊ അത് എന്താണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇനിയുള്ള ദിവസങ്ങളിലുള്ള എൻ്റെ മിനിസ്ട്രികളിലൂടെയാണ് അത് ഞാൻ തിരിച്ചറിയുന്നത്. എന്താണ് ആ 3 കാര്യങ്ങൾ? ഹല്ലേലൂയ. അടയ്ക്കാനും തുറക്കാനും, അല്ലെ, ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഉള്ള അതോറിറ്റികളാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് എന്ന സംഭവം എങ്ങനെയാണ് നാം തിരിച്ചറിയുന്നത്? പരിശുദ്ധാത്മാവ് അത് വ്യക്തമാക്കി തന്നാൽ നമുക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ ശുശ്രൂഷയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ചില കാര്യങ്ങൾ തുറക്കാൻ പറയുമ്പോൾ അത് തുറക്കുന്നു. ചില വ്യക്തികളുടെ ലൈഫിനെ നോക്കി നമ്മൾ കൽപ്പിക്കുന്നു, ഇന്നത് സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, ഒരു കീ എന്താണ് അതുമായി ബന്ധപ്പെട്ട്. നമുക്കൊരു വാക്യം ഒന്ന് കാണാം. അപ്പസ്തോല പ്രവർത്തികൾ 5-ാം അധ്യായം എടുത്ത് നമ്മൾ ഈ കീസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഒരു വാക്യം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പസ്തോല പ്രവർത്തികൾ അതിന്റെ 5-ാം അധ്യായം എടുത്ത്, അപ്പസ്തോല പ്രവർത്തികൾ 5-ാം അധ്യായം
ഹല്ലേലൂയ. വെരി ഇമ്പോർട്ടൻറ്റ്. കീ അതോറിറ്റീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതോറിറ്റികൾ ബൈ ഡീഫോൾട്ട് യു ആർ എലിജിബിൾ. അതാണ് എഫേഷ്യൻ ലേഖനം എല്ലാ ആത്മീയ വരങ്ങളാലും അവിടെ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. പക്ഷേ നമ്മൾ ആ കർത്താവിന്റെ കുടുംബത്തിൽ, ദൈവത്തിന്റെ കുടുംബത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ജനിച്ചത് മുഖാന്തരം ഈ അതോറിറ്റികൾക്കെല്ലാം നമ്മൾ അവകാശിയാണ്. ഹല്ലേലൂയ. കാരണം നമ്മൾ പുത്രന്മാരാണ്. ഹല്ലേലൂയ. പക്ഷെ ഓരോ വ്യക്തികളും അവരുടെ ആത്മീയ മച്യൂരിറ്റിക്ക് അനുസരിച്ചാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്, അത് റിലീസ് ചെയ്ത് കൊടുക്കുന്നത്, അത് റിലീസ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ പഠിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഒരു അതോറിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അപ്പസ്തോല പ്രവർത്തികൾ 5-ാം അധ്യായം എടുത്ത്, അപ്പസ്തോല പ്രവർത്തികൾ 5-ാം അധ്യായം അവിടെ പറയാണ്, അനനിയാസ് എന്നൊരാളും അവന്റെ ഭാര്യ സഫീറയും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു. അവിടെ നമ്മൾ പത്രോസിന്റെ അതോറിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടുകൂടി മാറ്റിവെച്ചു, ബാക്കി അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. പത്രോസ് ചോദിച്ചു, അനനിയാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? ഹല്ലേലൂയ. പത്രോസ് ഉടനെ പിടിച്ചു. ഹല്ലേലൂയ. പത്രോസ് എങ്ങനെ പിടിച്ചത്? ദർശനം, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസ് ദർശനം കാണുകയാണ്. ദർശനത്തിനകത്തുനിന്ന് പത്രോസ് പിടിക്കുകയാണ്. എന്താണ്? അനനിയാസ് എന്ത് ചെയ്തു? ഒരംശം എന്ത് ചെയ്തു? മാറ്റിവെച്ചു. ഹല്ലേലൂയ. പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ല, വിറ്റ് കിട്ടുന്നതും നിന്റെ അധീനതയിലായിരുന്നില്ലേ? ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. ഹല്ലേലൂയ. ഈ വാക്കു കേട്ട ഉടനെ അനനിയാസ് നിലത്ത് വീണ് മരിച്ചു. ഇത് കേട്ടവരെല്ലാം ഭയവിഹ്വലരായി. ഹല്ലേലൂയ. ബിക്കോസ് there was an authority that was rested upon Peter. ഹല്ലേലൂയ. പത്രോസിന്റെ മേൽ ഒരു അതോറിറ്റി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ അതോറിറ്റിയുടെ മാനിഫെസ്റ്റേഷനാണ് നമ്മളിവിടെ കണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ചില ദർശനങ്ങൾ അല്ലെങ്കിൽ ചില കീകൾ നിങ്ങൾക്ക് കർത്താവ് തരുന്നതായിട്ട് നിങ്ങൾ കണ്ടു, നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നതായിട്ടോ അതരത്തിൽ വെച്ചിരുന്നതായിട്ടോ നിങ്ങൾ കണ്ടെന്നിരിക്കട്ടെ. പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാവും, തിരിച്ചറിയും നിങ്ങൾ. ഇതായിരുന്നോ ആ അതോറിറ്റി. ഹല്ലേലൂയ. ഇവിടെ കണ്ടില്ലേ, പത്രോസിന്റെ മേൽ ഒരു അതോറിറ്റി ഉണ്ട്. പത്രോസിന്റെ മേൽ കർത്താവ് കൊടുത്ത ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയുടെ മാനിഫെസ്റ്റേഷനാണ് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. അത് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞുകൊണ്ടുപോയി സംസ്കരിച്ചു. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞ് അവന്റെ ഭാര്യയും വന്നു. നടന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. പത്രോസ് അവളോട് ചോദിച്ചു, ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിട്ടത് എന്ന് എന്നോട് പറയുക. അവൾ പറഞ്ഞു, അതെ, ഈ തുകയ്ക്ക് തന്നെ. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നത് എന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ കാലൊച്ച വാതിലിന് പുറത്തു കേൾക്കാം, അവർ നിന്നെയും കൊണ്ടുപോകും. തൽക്ഷണം അവൾ അവന്റെ കാൽക്കൽ മരിച്ചു വീണു. ഹല്ലേലൂയ. ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ അതോറിറ്റി ഓഫ് പീറ്റർ. ഹല്ലേലൂയ. 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 താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അപ്പൊ പത്രോസ് എന്ന ആ ദൈവത്തിന്റെ അഭിഷിക്തന് ദൈവം കൊടുത്തിരിക്കുന്ന അതോറിറ്റി, ആ അതോറിറ്റിയുടെ ഒരു മാനിഫെസ്റ്റേഷനാണിത്. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ ദർശനങ്ങൾക്കകത്ത് നമ്മൾ കാണുന്ന പല കീകൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥമുണ്ട്. ഹല്ലേലൂയ. ഇപ്പൊ ഏൻഷ്യന്റ് കീ കാണുവാണെങ്കിൽ അതിന്റെ അർത്ഥമുണ്ട്, ചെറിയ കീകൾ കാണുവാണെങ്കിൽ അതിന്റെ അർത്ഥമുണ്ട്. ബഞ്ച് ഓഫ് കീസ് ചില സമയത്ത് കാണിക്കാം. ഹല്ലേലൂയ. ബഞ്ച് ഓഫ് കീസ്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു ദേവദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എനിക്ക് ഒരു ബഞ്ച് ഓഫ് കീസ് കാണിച്ചിരുന്നു. കർത്താവ് പറഞ്ഞു, ഓരോ കീയും ഓരോ രാജ്യത്തോട്ട് ആ മനുഷ്യൻ, ആ ദൈവദാസൻ എൻ്റർ ചെയ്യാനുള്ള കീസാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ ഓരോ കീകൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ബഞ്ച് ഓഫ് കീസ് എന്ന്, അപ്പം ഒന്നിലധികം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ, ലോക്ക് ചെയ്യാൻ, അൺലോക്ക് ചെയ്യാനുള്ള അതോറിറ്റികൾ. അത് കയ്യിൽ തന്നാൽ അതിൻ്റെ അർത്ഥമുണ്ട്, നാവിൽ വെച്ചാൽ അതിന് അർത്ഥമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിനകത്ത് ശരിക്കും എംബഡി ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥമുണ്ട്. പെട്ടെന്ന് ഞാനൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. If you see in the spirit that angels come and insert scrolls in your spirit, it's a right vision. ഓക്കെ, അപ്പോൾ തെറ്റിദ്ധരിക്കരുത്. അതായത് ദൈവദൂതന്മാർ സ്ക്രോൾസ് ഉണ്ടല്ലോ, നമ്മുടെ സ്ക്രോൾസ് കൊണ്ടുവന്ന് നമ്മുടെ അകത്തേക്ക് അവരെ ഇൻസേർട്ട് ചെയ്യുന്ന പോലെ ഉള്ള ഒരു വിഷൻസ് കണ്ടാൽ ദാറ്റ് ഇസ് എ റൈറ്റ് വിഷൻ, ബിക്കോസ് ദാറ്റ് സ്ക്രോൾ ഹാസ് ടു ബി എംബഡഡ് ഇൻ അവർ സ്പിരിറ്റ്. Hallelujah. That's the right vision.
പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് അത് വന്നതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇപ്പം പെട്ടെന്ന് നിങ്ങൾ കാണുവാണ് ഒരു ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് ഒരു സ്ക്രോള് നിങ്ങളിലേക്ക് ഒരു സ്ക്രോള് പ്ലേസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് എ റൈറ്റ് വിഷൻ. അല്ല, ആ സ്ക്രോളിനകത്തുള്ള ആ കാര്യങ്ങൾ നമ്മുടെ ആത്മാവിലേക്ക് എംബഡ് ചെയ്യപ്പെടുവാണ്. ആ എംബഡ് ചെയ്യുന്ന കാര്യങ്ങൾ അത് ആ സ്ക്രോളിൽ എഴുതിയിരിക്കുന്ന സമയത്ത് ആ സ്ക്രോളിൽ എഴുതിയിരിക്കുന്ന പോലെ ആ സംഭവങ്ങൾ വർക്കൗട്ട് ചെയ്ത് വരും, അത് മാനിഫെസ്റ്റ് ചെയ്ത് വരും നമ്മുടെ സമയത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ 5ാമത്തെ പോയിന്റ് ആണ് പറഞ്ഞത്. 5ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞ എന്താണ്? ശരിക്കും ഒന്ന് സമ്മറൈസ് ചെയ്തോട്ടെ, ഞാൻ മറന്നു പോകാതെ നിങ്ങൾ ഇരിക്കാൻ വേണ്ടി. 5ാമത് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒരു ദർശനം കാണുമ്പോൾ ആ ദർശനത്തിനകത്തുള്ള ഡീറ്റെയിൽസിൽ കാര്യമുണ്ട്. അതിലൂടെ കർത്താവ് നമ്മളെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ദർശനങ്ങൾ കാണുമ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് നിങ്ങൾ ഒപ്പിയെടുക്കണം. ആ ഒപ്പിയെടുത്ത ദർശനങ്ങൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബുക്കിലോ എവിടെയെങ്കിലും നമ്മൾ എഴുതി വെക്കണം. എന്നിട്ട് അതിന്റെ അർത്ഥം ഹോളി സ്പിരിറ്റിനോട് ചോദിക്കണം. അപ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ അപ്പോൾ പരിശുദ്ധാത്മാവ് അത് റിവീൽ ചെയ്ത് തരുവാൻ ഇടയാകും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അപ്പൊ അതിന് ആധാരമായിട്ടാണ് നമ്മൾ ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13ാമത്തെ വാക്യം നമ്മൾ കണ്ടു. വടക്ക് നിന്ന് തിളച്ചൊഴുകുന്ന ഒരു പാത്രം. വടക്ക് എന്ന് പറയുന്ന സംഭവത്തിന് പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിനകത്ത് നമ്മൾ കണ്ടു മൃഗത്തിന് 10 കൊമ്പുകള്, 7 തലകള്, ദൂഷണത്തിന്റെ പേര്, പിന്നെ എന്ത് പറയുന്നത് അതിന്റെ ഡീറ്റെയിൽസ് യോഹന്നാൻ കാണുകയാണ്. അതിനകത്ത് കാര്യമുണ്ട്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം ചുരുൾ, യെസ്, ചുരുൾ. സ്ക്രോൾ എന്ന് പറയുമ്പം ചുരുൾ, യെസ്. ഇപ്പോൾ ഒരു ദൈവദൂതൻ, അതിന്റെ മലയാളം വാക്ക് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. സ്ക്രോൾ എന്ന് പറയുമ്പം ചുരുൾ. ഇപ്പോൾ ഒരു സെർവന്റ്, ഒരു ഏഞ്ചൽ ഓഫ് ഗോഡ് ഒരു സ്ക്രോള് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾ കണ്ടാൽ, ഹല്ലേലൂയ, ഇറ്റ് ഈസ് എ റൈറ്റ് വിഷൻ. ഹല്ലേലൂയ, ഇറ്റ്സ് എ കറക്റ്റ് വിഷൻ. ഓക്കെ, അപ്പം അത് നിങ്ങൾ അസ്വസ്ഥമാകേണ്ടി, ഇതെന്താ എങ്ങനെ കാണുന്നതെന്ന് പേടിച്ചു പോകേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, താങ്ക് യു. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹോളി സ്പിരിറ്റ്, പ്രൈസ്. ഹല്ലേലൂയ. അപ്പോൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിനകത്ത് നമ്മൾ പിന്നെയും കണ്ടു വെള്ളക്കുതിരയുടെ മുകളിൽ സഞ്ചരിക്കുന്നവൻ എന്തുകൊണ്ട്? വില്ലുണ്ട്, പക്ഷെ അമ്പില്ല. അതിനർത്ഥമുണ്ട്. വില്ലിനൊരു അർത്ഥമുണ്ട്, അമ്പില്ല എങ്കിൽ അതിന് ഒരു അർത്ഥമുണ്ട്. അല്ല, അപ്പം അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ദർശനത്തിനകത്ത് അങ്ങനെ കാണുവാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആ ദർശനങ്ങൾക്കകത്തുള്ള ഡീറ്റെയിൽസുകൾ എഴുതി വെക്കുക. പരിശുദ്ധാത്മാവ് അത് നിങ്ങളെ എൻലൈറ്റൻ ചെയ്തു തരുവാൻ ഇടയാവും. ഹല്ലേലൂയ. ഇനി 6ാമത്തെ പോയിന്റ് നമുക്ക് വേഗം സംസാരിക്കാം. 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ദ വിഷൻ വിൽ കം ആൻഡ് ഗോ ഇൻ എ സ്പ്ലിറ്റ് സെക്കൻഡ്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, താങ്ക് യു. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? ദർശനങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു 5 മിനിറ്റോളം ദർശനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കത്തില്ല. ദർശനങ്ങൾ ഇറ്റ് വിൽ ബി ലൈക്ക് എ ഫ്ലാഷ് സെക്കൻഡ്. ഒരു ഫ്ലാഷ് സെക്കൻഡിനകത്തായിരിക്കും നമ്മൾ ആ ഒരു ദർശനം കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഒരു സെക്കൻഡ് പോലും കാണത്തില്ല. ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1, 2 അങ്ങനെ പോലും കാണത്തില്ല. ഒരു സ്പ്ലിറ്റ് സെക്കൻഡിനകത്താണ് ഒരു മെസ്സേജ് ഹോളി സ്പിരിറ്റ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത് 10 മിനിറ്റോളം ഒരു ദർശനത്തെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാന്ന്. നോ. The moment the Holy Spirit show to you, you have to clearly see it. You will be seeing it actually. Okay? ഹല്ലേലൂയ. അപ്പൊ ഒരു ഫ്ലാഷ് സെക്കൻഡ്. ഇപ്പം ഒരു റഡാർ നമുക്കറിയാം. റഡാർ അറിയാമല്ലോ. റഡാറിന്റെ വേവ്സ് സഞ്ചരിക്കുന്നെന്ന് പറയുന്നത് ശരിക്കും പറയുന്നത് 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറയുന്നത്. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. യെസ്, റോസമ്മ സിസ്റ്റർ പറയുന്നു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഇങ്ങനെയായിരിക്കും. ജസ്റ്റ് ആ ഒരു ഫ്ലാഷിനകത്ത് നമ്മൾ ഒരു റഡാറിനകത്ത് സിഗ്നൽ പോകുന്ന പോലെ. ഹല്ലേലൂയ. ഇപ്പം മുകളിലൂടെ പോകുന്ന തോമസ് ജോൺ ബ്രദർ, പ്രൈസ് ലോർഡ്, മുകളിലൂടെ പോകുന്ന ഒരു ഫൈറ്റർ ജെറ്റിനെ ഒരു റഡാർ ക്യാച്ച് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്നറിയോ? റഡാറിനകത്തുനിന്ന് മൂവ് ചെയ്യുന്ന സിഗ്നൽസ്, ഹല്ലേലൂയ, അല്ലെങ്കിൽ വേവ്സ് ഉണ്ട്. അതിന്റെ ട്രാവലിംഗ് സ്പീഡ് എന്ന് പറയുന്നത് 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇപ്പൊ നമ്മള് ഇന്ത്യയുടെ കാശ്മീർ ടു കന്യാകുമാരി ഏകദേശം അപ്രോക്സിമേറ്റ്ലി 3000 കിലോമീറ്റർ ആണ്. ഹല്ലേലൂയ. അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ഒരു റഡാറിന്റെ വേവ്സ് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിനകത്ത് അത് 100 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തിരിച്ചു വരും. അത്രയ്ക്കും ഫാസ്റ്റ് ആണ്. ഹല്ലേലൂയ. അപ്പൊ ആ ഒരു ഫാസ്റ്റ് സ്പീഡിലാണ് ശരിക്കും പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു മെസ്സേജ് ഇങ്ങനെ ടക്കെന്ന് പറഞ്ഞ പോലെ നമുക്ക് കാണുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ചിന്തിക്കില്ല ആ വിഷൻ ഇങ്ങനെ കുറേ നേരം നിൽക്കും, നമുക്ക് നമ്മുടെ സ്വീറ്റ് ടൈം എടുത്ത് കാണാം. നോ, ഒരു വിഷൻ കാണുമ്പോൾ
ആ വിഷൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഫ്ലാഷ് സെക്കൻഡിലാണ് ഞാൻ കാണുന്നത്. എന്താണ്? ഒരു മരം, ആ മരത്തിനകത്ത് ഇലകളും പൂവുകളും എല്ലാം എന്താണ്? യെല്ലോ കളർ, മഞ്ഞ കളറിലുള്ള ഇലകളും പൂവുകളുള്ള. സോ ഇറ്റ്സ് ജസ്റ്റ് എ ഫ്ലാഷ് സെക്കൻഡ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ശ്രദ്ധിക്കുന്നത്? അതാണ് അടുത്ത പോയിന്റ്. അപ്പൊ 6ാമത്തെ പോയിന്റ് എന്താണ്? വിഷൻ കം ആൻഡ് ഗോ ഇൻ എ സ്പ്ലിറ്റ് സെക്കൻഡ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അൺറിന്യൂഡ് മൈൻഡ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബ്ഡ് മൈൻഡിന് ഒരിക്കലും ഒരു ദർശനം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ദർശനം കാണാം, പക്ഷെ അതിന്റെ ക്ലാരിറ്റി കുറവായിരിക്കും. എപ്പോഴാണ്? ഒരു അൺറിന്യൂഡ് മൈൻഡിന്, മനസ്സ് നവീകരിക്കപ്പെടാത്ത ഒരു മനസ്സാണെങ്കിൽ, മനസ്സ് ജഡീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു മനസ്സാണെങ്കിൽ, മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ ഒരിക്കൽ പോലും നമുക്ക് ആ ദർശനങ്ങൾ, പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും നമ്മളോട്, പക്ഷെ നമ്മൾ ആ ദർശനങ്ങൾ കാണുന്നത് ക്ലാരിറ്റി കാണത്തില്ല. ഇപ്പൊ മാങ്ങായുടെ മരമാണോ അതോ ഇത് കോക്കനട്ട് ട്രീ ആണോ എന്നൊരു കൺഫ്യൂഷനാണ്. അതിന് കാരണം എന്താണ്? ബിക്കോസ് അവർ മൈൻഡ് ഈസ് നോട്ട് റിന്യൂഡ്. നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെട്ടിട്ടില്ല. വചനത്താലും അഭിഷേകത്താൽ അല്ലെങ്കിൽ വചനത്തിന്റെ മെഡിറ്റേഷനാൽ നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെട്ട് നമ്മുടെ മനസ്സ് വളരെ ക്ലീൻ ആണെങ്കിൽ, ഇപ്പം നിങ്ങൾ എന്ത് പറയുന്നത്, കുറെ ഫസ്റ്റ് തിങ്, ഇപ്പം ഈ ദർശനങ്ങളുമായിട്ടൊക്കെ മൂവ് ചെയ്യുന്നവർക്ക് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ഇല്ലാത്തവർക്ക് ഈ ദർശനങ്ങളും പരിപാടികളും ഒന്നും ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്ഔട്ട് ഫോർ യു. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും സിനിമ കാണുന്ന വ്യക്തിയാണെങ്കിൽ ആ സിനിമയും കണ്ടു വന്നിട്ട് നിങ്ങൾ ദർശനം ഞാനൊരു കാര്യം പറയാം. യുവർ ഐസ്, ഈ കണ്ണുകളുണ്ടല്ലോ, ഈ കണ്ണുകൾ എന്ന് പറയുന്നത് ഒരു ക്യാമറ പോലാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് അതിനകത്തോട്ട് എന്നെ ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഈ നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യാമറ. നിങ്ങൾ ഫോണിന്റെ ക്യാമറ നോക്കിയിട്ടുണ്ടോ? ഫോണിന്റെ ക്യാമറ നമ്മൾ എങ്ങനെ ഇരിക്കുന്നത്? നമ്മുടെ കണ്ണ് പോലാണ്. ഹല്ലേലൂയ. ഓക്കെ, ചുരുൾ ലഭിക്കുമ്പോൾ അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് എങ്ങനെ അറിയും? ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം കേട്ടോ സിസ്റ്റർ, അതിലേക്ക് വരാം. ഈ ഒരു പോയിന്റ് ഞാനൊന്ന് പറഞ്ഞു വെച്ചോട്ടെ. ഹല്ലേലൂയ. ഈ ഒരു പോയിന്റ്, അത് ഏഞ്ചൽസിന്റെ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യുമ്പോഴാണ് ഈ ചുരുള്. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം ചുരുള് കൊണ്ടുവരുന്ന ആരാണ്? ഏഞ്ചൽസ് ആണ്, ദൂതന്മാരാണ് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ ദൂതന്മാർ എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഈ ചുരുൾ എങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നതെന്ന് മനസ്സിലാവും. ഹല്ലേലൂയ. അപ്പൊ അത് ഞാൻ അതിലോട്ട് വരാവേ. ഈ ഒരു പോയിന്റ് ഒന്ന് പറഞ്ഞു വെച്ചോട്ടെ. നമ്മുടെ ഈ കണ്ണുകൾ എന്ന് പറയുന്നത് ഒരു ക്യാമറയാണ്. എന്ത് ഈ കണ്ണ് കണ്ടാലും ഈ കണ്ണിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഇതൊരു ഫോട്ടോ പോലെ, ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ മനസ്സിനകത്ത് സ്റ്റോർ ചെയ്യും. ഹല്ലേലൂയ. മനസ്സിനകത്ത് ഫോട്ടോ എടുത്ത് ഓരോ ഫ്ലാഷ് സെക്കൻഡിലും എന്നെ കാണുന്നതെല്ലാം ഇതിങ്ങനെ ടിക് 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 അടിച്ച് നമ്മുടെ ഫ്ലാഷ്, നമ്മുടെ ഐഫോണിലോ സാംസങ് ഫോണിലോ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ടിക് ടിക് ഇതിന്റെ ശബ്ദം കേൾക്കത്തില്ലേ? ഹല്ലേലൂയ. അതുപോലെ ഈ കണ്ണിന്റെ ഒരു പ്രത്യേകത, ഈ കണ്ണൊരു ക്യാമറയാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും ഐഫോണിന്റെ ക്യാമറയൊക്കെ ശരിക്കും നമ്മുടെ കണ്ണ് പോലെ ഇരിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണ് ഒരു ഫോട്ടോ എടുക്കുന്ന പോലാണ്. ഈ കാണുന്നതെല്ലാം, ഹല്ലേലൂയ, കാണുന്നതെല്ലാം ഇവൻ എന്ത് ചെയ്യും? മനസ്സിനകത്ത് സ്റ്റോർ ചെയ്യും. മനസ്സിനകത്ത് എല്ലാ ഇമേജും സ്റ്റോർ ചെയ്യും. ഹല്ലേലൂയ. അപ്പോ എന്നെ കുഴപ്പമെന്നറിയാവോ? അപ്പൊ നിങ്ങള് ലോകപ്രകാരമുള്ള സിനിമയും സീരിയലും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കണ്ടിട്ട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ഒരു വിഷൻ കാണാനിരുന്നാൽ നിങ്ങൾക്ക് സിനിമയിൽ കണ്ടതാണോ പരിശുദ്ധാത്മാവ് കാണിച്ചിരുന്നതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് നവീകരിക്കപ്പെടാത്ത ഒരു മനസ്സിന് ഈ കാര്യങ്ങൾ ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഐ ഹാവ് സ്റ്റോപ്ഡ് വാച്ചിങ് മൂവീസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമായിരുന്നു ശരിക്കും സിനിമകൾ കാണുന്നത്. ഹല്ലേലൂയ. ഞാൻ ശരിക്കും എന്ത് പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പേ എന്തുമാത്രം സിനിമ, എനിക്ക് 2 ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. ഒന്ന് സിനിമ, 2 ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിക്കത്തില്ല, പക്ഷെ ഐ കീപ് വാച്ചിങ് ക്രിക്കറ്റ്. ഏത് പാതിരാത്രിക്കാന്ന് പറഞ്ഞാലും ക്രിക്കറ്റ് കാണും. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇന്ത്യ ഒക്കെ ശരിക്കും ഇംഗ്ലണ്ടിലും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ പോകുമ്പോൾ, ഞാൻ സിംഗപ്പൂരിലായിരുന്ന സമയത്ത് സിംഗപ്പൂരിലെ വെളുപ്പിന സമയത്താണ് ശരിക്കും ക്രിക്കറ്റ്. അപ്പം 8 മണിക്കൂറോളമല്ലോ ഈ ക്രിക്കറ്റ്. ഹല്ലേലൂയ. അപ്പൊ രണ്ടും ഇതെല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇതെല്ലാം ക്രിക്കറ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു, മൂവി കാണുന്നത് സ്റ്റോപ്പ് ചെയ്തു. ഹല്ലേലൂയ. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവരാജ്യത്തിനകത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പം വി ഹാവ് ടു ഗിവ് എ പ്രൈസ്. ഒരു വില കൊടുക്കണം. വില കൊടുക്കാതെ ഒന്നും കർത്താവ് തരത്തില്ല. ഹല്ലേലൂയ. ഇനി കർത്താവ് തന്നാൽ തന്നെ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടത്തില്ല.
ഹാലലിയ. പ്രയോജനപ്പെടാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോകപ്രകാരമാണ് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അത് വർക്കൗട്ട് ചെയ്ത് വരത്തില്ല. അപ്പം അതുകൊണ്ട് ശരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ മൂവികൾ കാണാറില്ല. ഹാലലിയ. വളരെ എനിക്ക് എഡിഫൈ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും മൂവികളാണെങ്കിൽ മാത്രമേ ഹാലലിയ കാണാറുള്ളൂ. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദർശനങ്ങളെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ സാക്രിഫൈസ് ചെയ്യുന്നത്. ഹാലലിയ, ഹാലലിയ. താങ്ക് യു ജീസസ്. ഹാലലിയ. അപ്പൊ ദർശനങ്ങൾക്കൊരു വിലയുണ്ട്. പരിശുദ്ധാത്മാവ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു മെസ്സേജ് തരുമ്പോൾ അതിന് ഞാനൊരു വില കൊടുക്കണം. അല്ലേ? അപ്പൊ ആ വില എന്ന് പറയുന്നത് എന്താണ്? മൂവികൾ കാണത്തില്ല. എനിക്ക് ഇഷ്ടമുള്ളതാണ് കോമഡി മൂവീസ് ഒക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് മലയാളം മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഹാലലിയ. പക്ഷെ ഞാൻ മൂവി കാണത്തില്ല. ഹല്ലേലൂയ. പണ്ടൊക്കെ കോമഡി പ്രോഗ്രാംസ് ഒക്കെ ഇടയ്ക്ക് കാണുമെങ്കിൽ അതെല്ലാം കട്ട് ചെയ്തു. അതിനൊറ്റ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ദൈവമക്കളെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ ഒരാൾക്ക് പോലും നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷനോ വിഷനോ കൊടുക്കാൻ നമ്മൾ പാടില്ല. കാരണം എല്ലാവർക്കും വ്യക്തതയോടെ പരിശുദ്ധാത്മാവിൽ നിന്ന് ഒരു ദർശനമോ വെളിപ്പാടോ കൊടുക്കുമ്പോൾ അവരുടെ ആത്മാവ് റിജോയ്സ് ചെയ്യും. അവർ കറക്റ്റായിട്ട് കർത്താവിൻ്റെ വഴി നടക്കാനിടയാവും. ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും ദൈവരാജ്യത്തിനകത്ത് പ്രയോജനപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വില കൊടുക്കണം, ഒരു പ്രൈസ് കൊടുക്കണം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഞാൻ മലയാളം മൂവീസൊക്കെ വാച്ച് ചെയ്യുന്നത് നിർത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊരു കാരണം, ഒരു ആത്മീയ കാരണമുണ്ട്. കാരണം ഓരോ മൂവികളും ഓരോരുത്തർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ അവർ എന്ത് ചെയ്യുന്നത്? ഒത്തിരി പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം അതിനകത്തൊക്കെ സ്പിരിച്വൽ എലമെന്റ്സ് ഉണ്ട്, അതിനകത്തൊക്കെ സ്പിരിച്വൽ ആയിട്ടുള്ള രീതികളുണ്ട്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള മൂവികളൊക്കെ കാണുമ്പോൾ നല്ലതെന്നും കോമഡി എന്നും നമുക്ക് തോന്നുമായിരിക്കും. പക്ഷെ ആ മൂവിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം തന്നെ വലിയ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്താണ് ശരിക്കും അത് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ആത്മീയമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ അതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ കാണാൻ. ഹല്ലേലൂയ, ഹാലലിയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹാലലിയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺറിന്യൂവ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ്, നവീകരിക്കപ്പെടാത്ത ഒരു മൈൻഡിനും അതേപോലെ തന്നെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സിനും ഹാലലിയ ഒരിക്കൽ പോലും നമുക്ക് വ്യക്തതയോടെ ദർശനങ്ങൾ കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഒരു ദർശനം പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുമ്പോൾ ഹല്ലേലൂയ ദർശനങ്ങൾ കാണിച്ചു തരുന്നത് എവിടെയാണ്? ആത്മാവിലാണ് കാണിച്ചു തരുന്നത്. ദർശനത്തിന്റെ മീനിങ് എവിടെയാണ് നമുക്ക് പറഞ്ഞിരുന്നത്? ആത്മാവിലാണ് അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് തരുന്നത്. പക്ഷേ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഒരു പോർഷൻ ഇതിന്റെ അർത്ഥത്തെ ഗ്രഹിക്കാൻ വേണ്ടി ഇൻവോൾവ് ആണ്. ഹല്ലേലൂയ. നമ്മുടെ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി ആണല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ബോഡി ശരിക്കും ഇറ്റ് ഇസ് കവറിങ് ഓഫ് അവർ സ്പിരിറ്റ്. പക്ഷെ സ്പിരിറ്റ് ആൻഡ് സോൾ ഈസ് വെരി വെരി ടൈറ്റ്ലി കപ്പിൾഡ്. ഹല്ലേലൂയ. അപ്പോ ആത്മാവിലാണ് നമ്മൾ ദർശനങ്ങൾ കാണുന്നത്, ആത്മാവിലാണ് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുന്നത്. എങ്കിലും നമ്മുടെ മനസ്സ് ഈ കണ്ട ദർശനത്തെ വ്യാഖ്യാനിക്കുന്നതിനകത്തും അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനകത്തും നമ്മുടെ മനസ്സ് ഇൻവോൾവ് ആണ്. നമ്മുടെ മൈൻഡ് ഈസ് ഇൻവോൾവ്. അല്ല, അപ്പൊ ആ മനസ്സിനെ നമ്മൾ ജങ്ക് ഫുഡ് കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ, മനസ്സിനെ അനേകം പിക്ചറുകൾ, ലോകത്തിന്റെ പിക്ചറുകൾ കൊണ്ട് നമ്മൾ നിറച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ആ ദർശനത്തെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനകത്ത് തെറ്റുപറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും മനസ്സിനെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ ശരിക്കും സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി എല്ലാത്തിനെയും യേശുവിന്റെ രക്തത്തിലൂടെ കഴുകും. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റിലൂടെ നമുക്ക് പരിശുദ്ധ രക്തത്തെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഹോളി സോൾ ആൻഡ് സ്പിരിറ്റ്. ഹല്ലേലൂയ. ഓക്കെ, വി വിൽ ടോക്ക് സെപ്പറേറ്റ്ലി സിസ്റ്റർ. സിസ്റ്റർ പറഞ്ഞു സോളും സ്പിരിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഹല്ലേലൂയ. സോ വി വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് ലൈറ്റർ. ഓക്കെ. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ നമ്മുടെ ഫാക്കൽറ്റീസ് സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, ദീസ് ആർ ദ 3 മെയിൻ ഫാക്കൽറ്റീസ് ഓഫ് എനി, നമ്മുടെ ഡിസൈനിന്റെ 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള പാർട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ പാർട്ടുകളെയും ഓരോ കമ്പാർട്ട്മെന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം? യേശുവിന്റെ രക്തം കൊണ്ട് കഴുകണം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, യേശുവിന്റെ എന്തുവാ പിതാവേ, യേശുവിന്റെ രക്തത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞാൻ ഇപ്പോൾ കയ്യിലെടുക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ശിരസിനെ കഴുകുന്നു, എൻ്റെ കണ്ണുകളെ കഴുകുന്നു യേശുവിന്റെ രക്തം കൊണ്ട്, എൻ്റെ ചെവികളെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകുന്നു, എൻ്റെ അതരത്തെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകുന്നു, എൻ്റെ കൈകളെ കഴുകുന്നു, എൻ്റെ കാലുകളെ കഴുകുന്നു. അങ്ങനെ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം തന്നെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി റിന്യൂ ചെയ്യും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും? സോളിന്റെ കമ്പാർട്ട്മെന്റ്സ്, സോളിന് എന്തുണ്ട്? കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. നമ്മുടെ സ്പിരിറ്റ്, സോൾ, ബോഡി നമുക്ക് ഒരു പ്രാവശ്യം എടുക്കാം.
അല്ലെങ്കിൽ അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് കൂടുതൽ പിടിയിട്ട്. അപ്പൊ ആ കമ്പാർട്ട്മെന്റുകളെ എല്ലാം യേശുവിന്റെ രക്തം കൊണ്ട് നമ്മൾ വാഷ് ചെയ്യണം. വി ക്യാൻ വാഷ് ദോസ് കമ്പാർട്ട്മെന്റ്സ് ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. ഐ വാഷ് മൈ കോൺഷ്യസ് മൈൻഡ് ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. എൻ്റെ കോൺഷ്യസ് മൈൻഡിനെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകുന്നു. എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകുന്നു. എൻ്റെ അൺകോൺഷ്യസ് മൈൻഡിനെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊക്കെ എന്തുമാത്രം പടങ്ങൾ അല്ലെങ്കിൽ ഒക്കെ കണ്ടിട്ടുള്ളതാണ് ശരിക്കും. അപ്പൊ നമ്മുടെ കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കോൺഷ്യസ് മൈൻഡിലിരിക്കും. ഹല്ലേലൂയ. അപ്പം കോൺഷ്യസ് മൈൻഡിനകത്ത് കൂടുതലായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോകും. ഹല്ലേലൂയ. പിന്നെ അതിന് എന്താണ് അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ശരിക്കും ഈ മേഖലകളെല്ലാം കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡിനെ എല്ലാം നമ്മൾ നവീകരിക്കണം. അപ്പൊ നവീകരിക്കുന്ന, പുതിയതാക്കുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ് പറയുന്നത്. ഒന്ന്, വചനം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുനിന്ന് ഈ കറകളെല്ലാം, മൈൻഡിനകത്തുനിന്ന് കറകളെല്ലാം വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കണക്ട് ചെയ്തു അതിന്റെ ഹോൾഡ് കുറയും. അല്ല, രണ്ടാമതൊരു വഴിയാണ് യേശുവിന്റെ രക്തം കൊണ്ട് നമുക്ക് കഴുകാൻ സാധിക്കും. ഹല്ലേലൂയ. എൻ്റെ കോൺഷ്യസ് മൈൻഡിനെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകുന്നു. എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകുന്നു. എൻ്റെ അൺകോൺഷ്യസ് മൈൻഡിനെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകുന്നു. എൻ്റെ വിൽ ആൻഡ് ഇമോഷൻസ്, ഹല്ലേലൂയ, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് യേശുവിന്റെ രക്തം കൊണ്ട് കഴുകാൻ പറ്റും. നമ്മുടെ ഭാവനകളെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകാൻ പറ്റും. പേഴ്സണാലിറ്റിയെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകാൻ പറ്റും. ഫാന്റസികളെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകണം. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ റിന്യൂ ചെയ്യണം, മനസ്സിനെ പുതിയതാക്കണം, മനസ്സിനെ നവീകരിക്കണം. വചനം കൊണ്ട് നവീകരിക്കണം, അതോടൊപ്പം തന്നെ യേശുവിന്റെ രക്തം കൊണ്ട് നമ്മൾ കഴുകി 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 വിശദീകരിക്കണം. ഇന്നും എൻ്റെ എല്ലാ ദിവസത്തിലുള്ള പ്രാർത്ഥനയ്ക്കകത്ത് ഹല്ലേലൂയ ഒരു പോർഷൻ, ഒരു 10-15 മിനിറ്റ്സ് ഞാൻ ശരിക്കും എൻ്റെ ശരീരത്തിന്റെ അവയവങ്ങളെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകും. എൻ്റെ ആത്മാവിനും അതുപോലെ തന്നെ ആത്മാവിന്റെ കണ്ണുകൾ, ആത്മാവിന്റെ ചെവികൾ, ആത്മാവിന്റെ കൈകൾ, കാലുകൾ, ആത്മാവിന്റെ അതരം, എല്ലാം, അങ്ങനെ എല്ലാ ഫാക്കൽറ്റീസിനെയും നമുക്ക് യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി വെണ്മയാക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ കഴുകി വെണ്മയാക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഇതിനകത്ത് ക്ലാരിറ്റി ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷൻ ലഭിക്കും. പക്ഷെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇത് പൂച്ചയാണോ അതോ പട്ടിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിലാ കണ്ടത്. ഹല്ലേലൂയ. വിഷൻ കണ്ടത് എവിടെയാണ്? ആത്മാവിലാ കണ്ടത്. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, ക്ലിയർ അല്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്തു? റിന്യൂ ആയിട്ടില്ല, മനസ്സ് നവീകരിക്കപ്പെട്ടിട്ടില്ല. അല്ലെ, മനസ്സിനകത്തൊരു റിന്യൂവൽ പ്രോസസ്, അത് നിങ്ങൾ മനസ്സ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആണ്, മനസ്സ് നിങ്ങൾ ക്ലീൻ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ വചനം കൊണ്ട് ഒരു വ്യക്തി മനസ്സിനെ ക്ലീൻ ചെയ്യുമ്പോൾ വളരെ കൃത്യതയോടെ നമുക്ക് വിഷൻസുകൾ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ട്രീയുടെ എന്താണ് ശരിക്കും, ആ ട്രീയിലുള്ള ഫ്ലവേഴ്സ് എല്ലാം തന്നെ യെല്ലോ കളർ, നോ കൺഫ്യൂഷൻ. യെല്ലോ കളറാണോ അതോ റെഡ് കളറാണോ, ഹല്ലേലൂയ, അതോ ബ്ലൂ കളറാണോ എന്ന് കൺഫ്യൂഷൻ ഇല്ല. അതിന് കാരണം എന്താ? ദ മൈൻഡ് ഈസ് റിന്യൂഡ്, കണക്റ്റഡ്, മൈൻഡ് ഈസ് റിഫ്രഷ്ഡ്. ഹല്ലേലൂയ. ഈസ് വാഷ് ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാനിരുന്നാൽ ഞാൻ ആദ്യത്തെ എൻ്റെ 15 മിനിറ്റ് നേരം എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം ഞാൻ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകും. എൻ്റെ കണ്ണുകളെ കഴുകുന്നു, എൻ്റെ സെൽസ്, DNA, ക്രോമസോംസ്, ജെനറ്റിക്കൽ സ്ട്രക്ചർ, എല്ലാ അവയവങ്ങളെയും യേശുവിന്റെ രക്തം കൊണ്ട് കഴുകും. അതിനുശേഷം സോളിന്റെ ഓരോ പാർട്ടുകളെ എടുത്തെടുത്ത് ഞാൻ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകും. അതിനുശേഷം ആത്മാവിന്റെ ഓരോ പോർഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റും സോളും ബോഡിയും എല്ലാം, ഇറ്റ് ലുക്സ് ലൈക്ക് എക്സാക്ട്ലി ലൈക്ക് യു. ഹല്ലേലൂയ. യുവർ സ്പിരിറ്റ് ലുക്സ് എക്സാക്ട്ലി ലൈക്ക് യു. നിങ്ങളുടെ 2 കണ്ണുകളുള്ളതുപോലെ ആത്മാവിന് 2 കണ്ണുകളുണ്ട്, 2 ചെവികളുള്ളതുപോലെ ആത്മാവിന് 2 ചെവിയുണ്ട്, കൈകളുണ്ട്, കാലുകളുണ്ട്. യുവർ സ്പിരിറ്റ് ലുക്സ് എക്സാക്ട്ലി ലൈക്ക് യു. ഹല്ലേലൂയ. അപ്പൊ ആ പോർഷൻസിനെ എല്ലാം നമ്മൾ വിശുദ്ധീകരിക്കാൻ പറ്റും, നവീകരിക്കാൻ പറ്റും. ഹല്ലേലൂയ. നമുക്കൊരു വചനഭാഗം എടുക്കാം. 1 Corinthians chapter 2 verse 9 എടുത്തേ. 1 Corinthians chapter 2 verse 9 വേഗം എടുത്ത് എല്ലാവരും. ഹല്ലേലൂയ. നമുക്കൊരു ഒരു ഭാഗം കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അത് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. 1 Corinthians അതിന്റെ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഹല്ലേലൂയ. എടുത്ത എല്ലാവരും. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. Holy Spirit, I praise you. Holy Spirit, I worship you. Hallelujah. Holy Spirit, I adore you. Holy Spirit, I thank you. Hallelujah. വേഗം എടുത്ത 1 Corinthians അതിന്റെ 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ച വാക്യം, മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. താങ്ക് യു സ്റ്റെഫി സിസ്റ്റർ, താങ്ക്സ് ഫോർ ദാറ്റ് വേർഡ്.
അപ്പം മനുഷ്യ മനസ്സുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രഹിക്കുന്നത്. അപ്പം നവീകരിക്കപ്പെടാത്ത ഒരു മനസ്സ്, ക്ലീൻ അല്ലാത്ത ഒരു മനസ്സ്, ഹല്ലേലൂയ ഹല്ലേലൂയ, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? റിഫ്രഷ്ഡ് ആകാത്ത ഒരു മനസ്സ്, അൺക്ലീൻ ആയിട്ടുള്ള ഒരു മനസ്സ്, ആ മനസ്സ് എന്ത് ചെയ്യും? ഒരു ദർശനത്തെ തെറ്റായി ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന കേട്ടില്ലേ, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ഗ്രഹിക്കുന്നത്, നമ്മൾ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ആത്മാവിലാണ് ലഭിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനകത്ത്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനകത്ത്, ഗ്രഹിക്കുന്നതിനകത്ത് മനസ്സൊരു പാർട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ ആ മനസ്സിനെ ലോകത്തിൻ്റെതായിട്ടുള്ള പടങ്ങൾ കൊണ്ട്, പിക്ചറുകൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്ത് അൺക്ലീൻ ആക്കി വെച്ചാൽ, ഹോളി സ്പിരിറ്റ് നമ്മളോട് സംസാരിക്കുമ്പോൾ, ആത്മാവിൽ സംസാരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യുന്ന ആളല്ല. പരിശുദ്ധാത്മാവ് സംസാരിക്കും, പക്ഷെ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും? അത് ക്യാപ്ചർ ചെയ്യുന്നത്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് തെറ്റായിട്ടാകാം, അല്ലെങ്കിൽ അൺക്ലിയർ ആയിട്ടാകാം, നമുക്ക് ക്ലിയർ അല്ലാത്ത രീതിയിൽ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ചിലർ വിഷൻ എടുക്കുമ്പം, ബ്രദറെ ഞാനിപ്പോൾ ഒരു കാക്കയെ കാണുന്നു, കാക്കയാണോ അതോ പരുന്താണോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ബ്രദർ ഞാനിപ്പോൾ ഒരു കാക്കയാണ് ആത്മാവിൽ കാണുന്നത്. അല്ല, കാക്കയല്ല, പരുന്താണ്. അല്ല, പരുന്തല്ല, കാക്കയാണ്. കൺഫ്യൂഷനാണ്. കാക്കയാണോ പരുന്താണോ എന്ന് കൺഫ്യൂഷനാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈൻഡ് ഈസ് നോട്ട് റിന്യൂഡ്. ഹല്ലേലൂയ. മൈൻഡ് ഈസ് നോട്ട് ക്ലിയർ. അതാണ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമ്പോൾ നമുക്ക് ഈ മനസ്സിനകത്ത് ദർശനങ്ങൾ കാണുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. അടുത്ത വാക്യം, മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവിനല്ലാതെ മറ്റാർക്കാണ് അറിയുക? അതേപോലെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഹല്ലേലൂയ. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെയല്ല, പ്രത്യേക ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ്. തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിന്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അടുത്ത വാക്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് പരിശുദ്ധാത്മാവ് പറയാണ്, ലൗകിക മനുഷ്യൻ, വേൾഡ്ലി ആയിട്ടുള്ള ഒരു മനുഷ്യൻ ജഡപ്രകാരം ജീവിക്കുവാണെങ്കിൽ, ലോകപ്രകാരം ജീവിക്കുവാണെങ്കിൽ അവൻ എന്താണ്? ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവൻ സ്വീകരിക്കുന്നില്ല. ആ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കത്തില്ല. ഹല്ലേലൂയ. മനസ്സിലായോ? ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണ്? മൈൻഡ് ഈസ് നോട്ട് റിന്യൂഡ്. മനസ്സ് നവീകരിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. മനസ്സിലായോ? അപ്പം മനസ്സിനെ നമ്മൾ ദൈവവചനം കൊണ്ട് നവീകരിക്കണം. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് ഐ പ്രൈസ് യു. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് ഐ പ്രൈസ് യു. ഹോളി സ്പിരിറ്റ് താങ്ക് യു. ഹല്ലേലൂയ. അപ്പൊ മനസ്സിനെ എന്ത് ചെയ്യണം? നവീകരിക്കണം. ദൈവവചനത്താൽ എന്ത് ചെയ്യണം? അതിനെ നവീകരിക്കണം. മനസ്സിനെ നവീകരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയാണ്, ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവണ്ണം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സ് അറിയുന്നു. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് താങ്ക് യു. ഹല്ലേലൂയ. അപ്പം ഇവിടെ അപ്പം നമ്മൾ പറഞ്ഞു വന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ശരിക്കും ഒരു അൺറിന്യൂഡ് മൈൻഡിന്, ഹല്ലേലൂയ, നവീകരിക്കപ്പെടാത്ത ഒരു മനസ്സിന് എന്താണ്? കർത്താവിന്റെ ആത്മാവിൽ നിന്ന് ഒരു ദർശനം ലഭിക്കുമ്പോൾ അതിന്റെ
ക്ലാരിറ്റി കിട്ടത്തില്ല. അത് മാത്രമല്ല, അത് ഗ്രഹിക്കുന്നതിനകത്തും പോരായ്മകൾ സംഭവിക്കാം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം എപ്പോഴും നമ്മൾ മനസ്സിനകത്തിട്ട് ചവച്ചരയ്ക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ചവച്ചരയ്ക്കണം. ഹല്ലേലൂയ. ഇരിക്കുന്ന സങ്കീർത്തനം 12-ാം അധ്യായത്തിൽ പറയുന്നത് there are 7 layers. ഹല്ലേലൂയ. അത് പ്യൂരിഫൈ ചെയ്യുന്നതും കർത്താവിന്റെ വചനം ധ്യാനിക്കും തോറും എന്ത് ചെയ്യും? അതിനകത്തിരിക്കുന്ന ജീവൻ നമ്മുടെ ആത്മാവിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ സ്പിരിറ്റിലേക്ക് അഭിഷേകം കടന്നു വരുമ്പോൾ ആ കടന്നു വരുന്ന അഭിഷേകത്തിന്റെ ഒരു പോർഷൻ നമ്മുടെ സോളിലേക്ക് വ്യാപരിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ആത്മാവിലേക്കാണ് അഭിഷേകം വരുന്നത്. പക്ഷേ ആത്മാവിലേക്കുള്ള അഭിഷേകം അത് കവിഞ്ഞൊഴുകും നമ്മുടെ സോളിലേക്ക്. സോ ദ മൈൻഡ് വിൽ ബി വെരി ക്ലിയർ സംടൈംസ്. അല്ലെങ്കിൽ അഭിഷേകത്തിന്റെ പകർച്ച വരുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ക്ലിയർ. അപ്പം പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ആ വേവിലെ ഫ്രീക്വൻസിക്കകത്ത് നമുക്ക് പിടിക്കാൻ പറ്റും. ഹല്ലേലൂയ. കാരണം വി ആർ കംപ്ലീറ്റ്ലി കണക്റ്റഡ് ഇൻ ദ മൈൻഡ് ആസ് വെൽ. സ്പിരിറ്റിൽ മാത്രമല്ല, മൈൻഡിലും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പറഞ്ഞ 7ാമത്തെ പോയിന്റാണ്. നമ്മൾ 7 പോയിന്റുകളാണ് പറഞ്ഞത്. അതിനകത്ത് ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? ശരിക്കും ഒരു ദർശനം കർത്താവ് കാണിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസിനകത്ത് കാര്യമുണ്ട്. ആ ഡീറ്റെയിൽസ് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ആ ഒബ്സർവ് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമ്മൾ അത് എഴുതി വെക്കണം. അതിൽ എഴുതി വെച്ചിട്ട് അതിന്റെ അർത്ഥങ്ങൾ നമ്മൾ കർത്താവിനോട് ചോദിക്കണം. ഹല്ലേലൂയ. രണ്ടാമത് എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞ 6ാമത്തെ പോയിന്റ് എന്താണ്? വിഷൻസ് വിൽ കം ആൻഡ് ഗോ വെരി ഫാസ്റ്റ്. ഒരു സ്പ്ലിറ്റ് സെക്കൻഡിനകത്ത്, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനകത്താണ് പരിശുദ്ധാത്മാവ് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ബി വെരി അലേർട്ട്. ഹല്ലേലൂയ. വെയിറ്റ് ചെയ്യണം. അതങ്ങനെ എപ്പോഴും പറയുന്ന പ്രാർത്ഥനയ്ക്കകത്ത് എന്ത് ചെയ്യുന്നത്? ദർശനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലേക്കാണ് ആ പിക്ചർ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നത്. ഹോളി സ്പിരിറ്റ്, താങ്ക് യു. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മൾ 3ാമത് പറഞ്ഞ പോയിന്റ് എന്താണ്? ശരിക്കും ഒരു അൺറിന്യൂഡ് മൈൻഡിന്, നവീകരിക്കപ്പെടാത്ത ഒരു മനസ്സിന് പരിശുദ്ധാത്മാവ് ഒരു ദർശനം കാണിച്ചു തരുമ്പോൾ ആ ദർശനത്തിന്റെ അർത്ഥമോ അല്ലെങ്കിൽ അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങോ ലഭിക്കത്തില്ല. അതിനുള്ള കാരണം എന്താണ്? മനസ്സ് മുഴുവൻ ലോകപ്രകാരമുള്ള ഫോട്ടോകളാൽ ഹല്ലേലൂയ 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 അപ്പം ലോകപ്രകാരമുള്ള ഹല്ലേലൂയ ഹല്ലേലൂയ താങ്ക് യു. വണ്ടർഫുൾ. ലോകപ്രകാരമുള്ള ഫോട്ടോകളാണ് നമ്മുടെ മനസ്സിനകത്തോട്ടിരിക്കുന്നത്. അപ്പൊ ലോകപ്രകാരമുള്ള ഫോട്ടോകൾ മനസ്സിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചിരുന്നത് ഇത് പരിശുദ്ധാത്മാവിൽ നിന്നാണോ എൻ്റെ ഇമാജിനേഷനിൽ നിന്നാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൽ നിന്നാണോ ഈ ദർശനം വരുന്നത്, അതോ എൻ്റെ ഭാവനയിൽ നിന്നാണോ ഈ ദർശനം വരുന്നതെന്ന് ഒരു അൺറിന്യൂഡ് മൈൻഡിന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ടാണ് മനസ്സിന്റെ നവീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുകയാണ് ശരിക്കും ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിഭജിച്ചറിയുന്നു. ഹല്ലേലൂയ. ആരാണ് ആത്മീയ മനുഷ്യൻ? ആരാണ് ഒരു ആത്മീയ മനുഷ്യൻ? ആത്മീയ മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയാം? അല്ലെങ്കിൽ ഒരു ആത്മീയ മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ആർക്കെങ്കിലും പറയാമോ? ഹൂ ഈസ് എ സ്പിരിച്വൽ പേഴ്സൺ? ആർക്കെങ്കിലും പറയാം? ഒരു ചോദ്യം ചോദിക്കുവാണ്. ആരാണ് ഇവിടെ പറയുന്നു ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അപ്പൊ ആരാണ് ഒരു ആത്മീയ മനുഷ്യൻ? ഹല്ലേലൂയ. ആർക്കെങ്കിലും പറയാമോ? ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. സോ ഹൂ ഈസ്, നമ്മളൊരു ആത്മീയ മനുഷ്യൻ എന്ന ആ ഒരു ടൈറ്റിലാണ് ഞാനൊരു ആത്മീയ മനുഷ്യൻ ആണ് എന്ന് ഞാൻ പറയണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്താണ് ശരിക്കും ഹൗ ക്യാൻ യു ഡിഫൈൻ എ സ്പിരിച്വൽ പേഴ്സൺ ഇൻ ജസ്റ്റ് എ സിമ്പിൾ വേർഡ്? ഒരു സിമ്പിൾ ആത്മാവിൽ നടക്കുന്നവൻ. ഓക്കെ, തോമസ് ബ്രദർ ആത്മാവിൽ നടക്കുന്നവൻ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു വാക്ക് എന്നത് മിസ് ചെയ്യുന്നു. ഇന്നർ മാൻ. ഓക്കെ, ഇന്നർ മാൻ. ആത്മാവിൽ നടക്കുന്നവൻ എന്ന് മനസ്സിലായി. അത് ആത്മാവിലാണ്. നന്മ തിന്മകളെ അറിയാൻ കഴിയുന്നവൻ. അതിനേക്കാളൊക്കെ പരിശുദ്ധാത്മ നിറവ് അങ്ങനല്ല. ബേസിക് ആയിട്ട് എന്നെ ഒരു ആത്മീയ മനുഷ്യൻ എന്ന് ഞാൻ വിളിക്കണമെങ്കിൽ എന്താണ് എൻ്റെ ഏറ്റവും ബേസിക്? ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകാം. ഇപ്പം ദൈവകൽപ്പന അനുസരിച്ച് നടക്കുന്നവനാകണം, അഭിഷേകത്താൽ നടക്കുന്ന ആത്മാവ് കേട്ട് നടക്കുന്നവനാകണം. പക്ഷെ ഒരു ആത്മീയൻ റീന സിസ്റ്റർ വന്നു, who guided by the Holy Spirit, filled with the Holy Spirit, inner man. അതെല്ലാം ശരിയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഫണ്ടമെന്റലി എന്താണ്?
ഒബേ വേർഡ്സ് ഓഫ് ഗോഡ്, അതെല്ലാം ശരിയാണ്, അതെല്ലാം ശരിയാണ്. അല്ല, പക്ഷെ അതിനേക്കാൾ ഇഫ് യു വാണ്ട് ടു ബി കോൾഡ് ആസ് എ സ്പിരിച്വൽ പേഴ്സൺ, അല്ല നിങ്ങളൊരു ആത്മീയ മനുഷ്യനാണ് എന്ന് നിങ്ങൾ വിളിക്കണമെങ്കിൽ ഓക്കെ, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവൻ, ദ വൺ ഹു ഈസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് all those things. The one who listen to God's voice is correct. ദൈവവുമായി കൂടെ നടക്കുന്നവൻ, രക്ഷിക്കപ്പെട്ടവൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, എല്ലാം ശരിയാണ്. ആത്മാവിൽ ഉള്ള കൺട്രോൾ, ഓക്കെ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ, ഓക്കെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവൻ, എല്ലാം ശരിയാണ്. പക്ഷെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആർക്കെങ്കിലും പറയാമോ? ഹല്ലേലൂയ. നിങ്ങളെ ഒരു ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. സി ദാറ്റ്സ് അണ്ടർസ്റ്റുഡ്. ആത്മാവ് നിറഞ്ഞവനും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനും പരിശുദ്ധാത്മാവ് എന്റെ ശബ്ദം കേട്ട് നടക്കുന്നവനും, ഓക്കെ, നമ്മൾ ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഞാൻ പറയുന്നത് വെച്ചാൽ ബേസിക് ആയിട്ട് ക്രൈസ്റ്റ് മൈൻഡ്, ഓക്കെ, ആത്മാവിനെ വിവേചിച്ചറിയാൻ കഴിയുന്നവർ, ബോൺ അഗെയിൻ ഇൻ ദ സ്പിരിറ്റ്, all the answers are correct, but I am looking for a different answer. The one who is in Christ, yes, that's correct. അതിനേക്കല്ല, പുതിയ സൃഷ്ടിയായവൻ, everything is correct, but I am looking for ഒരു ഡിഫറെന്റ് ആൻസർ ഞാൻ പ്രതീക്ഷിക്കുന്നത്. Who has a strong faith in God? Okay, ഇനി നിങ്ങൾ ദയവ് ചെയ്ത് എഴുതരുത്. ഞാൻ ഉദ്ദേശിക്കുന്ന സെപ്പറേറ്റഡ് ഫ്രം ദ തിങ്സ് ഓഫ് ദ വേൾഡ്. ഓൾറൈറ്റ്, ഓക്കെ, ഉയരത്തിലുള്ളതിനെ ചിന്തിക്കുന്നവൻ, കർത്താവിൽ ആശ്രയം വെക്കുന്നവൻ, ദൈവം സംസാരിക്കുന്നവൻ, ക്യാരക്ടർ, നോ, അതെല്ലാം ശരി. നിങ്ങൾ പറയുന്ന എല്ലാ ആൻസർ ശരിയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ബേസിക് ആയിട്ട്, അല്ല, ദൈവവചനം അനുസരിക്കുന്നവൻ, പ്രവചിക്കാൻ, ഓക്കെ, എല്ലാം കറക്റ്റാണ്. ഹല്ലേലൂയ. ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു ആത്മീയ മനുഷ്യൻ എന്ന് ഒരുവനെ വിളിക്കണമെങ്കിൽ അവന് ബോൺ അഗെയിൻ ആയിരിക്കണം. കറക്റ്റാണ് ബ്രദർ, മോഡി ബ്രദർ, കറക്റ്റാണ്. നിങ്ങളുടെ ആൻസറുകളെല്ലാം ശരിയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയായിരിക്കണം, വീണ്ടും ജനിച്ചവനായിരിക്കണം, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവനായിരിക്കണം, വിശ്വാസമുള്ളവനായിരിക്കണം, വചനം അനുസരിക്കുന്നവനായിരിക്കണം, പുതിയ സൃഷ്ടിയായിരിക്കണം, ഹോളി സ്പിരിറ്റിന്റെ ശബ്ദം കേൾക്കുന്നവനായിരിക്കണം, ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ ബേസിക് ആയിട്ട് ഒരുവനെ ആത്മീയൻ, ഞാനൊരു ആത്മീയ മനുഷ്യൻ എന്ന് ഞാൻ, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നവൻ, ശരിയാണ്. പേഴ്സൺ ഹൂസ് ബോഡ്ലി ബാഡ് ആൻഡ് ഗുഡ് തിങ്സ്, ഓക്കെ, ഡിസേൺമെന്റ് ഉള്ളവൻ, അത് ഡിസേൺമെന്റ് ആണ് ശരിക്കും. ആത്മീയ മനുഷ്യൻ, എന്നെ ഒരു ആത്മീയ മനുഷ്യൻ എന്ന് വിളിക്കണമെങ്കിൽ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവൻ, എല്ലാം ശരിയാണ്. ദൈവത്തിന്റെ മധ്യസ്ഥൻ, ഓക്കെ, ഹല്ലേലൂയ, നോട്ട് അട്രാക്റ്റഡ് ബൈ ദ വേൾഡ്, ജഡത്തിന്റെ, ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡെഫിനേഷൻ കിട്ടുന്നില്ല. ബാപ്റ്റൈസ്ഡ് ബൈ ദ വാട്ടർ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നിങ്ങൾ ടു മച്ച് ഒരു എന്താ പറയുന്നത് സ്ക്രിപ്ചറിൽ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എതിർത്ത് നിൽക്കുന്നവൻ, ഓക്കെ, ഹല്ലേലൂയ, നിങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. എവറിത്തിങ് ഇസ് കറക്റ്റ്. ഹല്ലേലൂയ. പക്ഷേ ഒരാത്മീയ മനുഷ്യൻ, ശ്രദ്ധിച്ചു കേൾക്കണം. ആത്മാവിൽ വരങ്ങൾ ലഭിച്ചവൻ, ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ട് സ്നാനം എടുത്ത് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നവൻ, ഹല്ലേലൂയ, എല്ലാം ശരിയാണ്. എല്ലാം നിങ്ങൾ ശരിയാണ്. ഹല്ലേലൂയ. പക്ഷെ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഓക്കെ, എനിക്കൊന്ന് ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ്, ഫലങ്ങളുണ്ട്. നോ, ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. ഓക്കെ, ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ലെഡ് ബൈ ദ സ്പിരിറ്റ്. ഒരു ആത്മീയ മനുഷ്യൻ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ്. ഭാഷാപരമുള്ളവൻ, ദൈവത്തിന്റെ ക്വാളിറ്റി ഉള്ള ആള്, ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവൻ, കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് രീതി അവനിൽ വരുമ്പോൾ, ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആത്മീയ മനുഷ്യൻ എന്ന് ഒരുവനെ വിളിക്കാനുള്ള വളരെ ബേസിക്, ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഹോളി സ്പിരിറ്റ് വേണം, പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം, പരിശുദ്ധാത്മാവിനെ കേൾക്കണം. അതൊക്കെ അടുത്ത ലെവലുകളാണല്ലോ. ഫണ്ടമെന്റലി, അടിസ്ഥാനപരമായിട്ട് ഒരുവനെ ഇവൻ ആത്മീയ മനുഷ്യനാണ് എന്ന് വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ വ്യക്തി എന്തായിരിക്കണം? ട്രൂ ബിലീവ് ഇൻ ഗോഡ്. ഓക്കെ, ഞാൻ അതിന്റെ ആൻസർ പറയാം. ഇത്രയേ ഉള്ളൂ ശരിക്കും. ഹല്ലേലൂയ. സ്പിരിറ്റ് കോൺഷ്യൻസിൽ നടക്കുന്നവനാണ് ശരിക്കും ഒരു സ്പിരിറ്റ് മാൻ. സോ കീപ് ദ 10. ഹല്ലേലൂയ. എളിമപ്പെട്ടവരുന്നത് എല്ലാം കറക്റ്റാണ്. നിങ്ങൾ കേട്ടെ, അതിന്റെ ഉത്തരം ഞാൻ പറയാം. അതായത് ഒരു സ്പിരിറ്റ് കോൺഷ്യൻസിൽ നടക്കുന്നവനാണ് ശരിക്കും ഒരു സ്പിരിച്വൽ മാൻ. ഞാനൊരു ആത്മാവാണ് എന്ന തിരിച്ചറിവിൽ നടക്കണം.
അവനാണ് ശരിക്കും ആത്മീയ മനുഷ്യൻ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മനസ്സിലാവും, ബാക്കിയെല്ലാം വേണം നമുക്ക്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. പരിശുദ്ധാത്മാവ് നിറയണം, പരിശുദ്ധാത്മാവിനെ കേൾക്കണം, വീണ്ടും ജനിക്കണം, എന്ന് പറയുന്ന കൽപ്പനകൾ അനുസരിക്കണം, വേർപാടുണ്ടാവണം, വിശുദ്ധി ഉണ്ടാവണം, എല്ലാം കറക്റ്റാണ്. ഹല്ലേലൂയ. പക്ഷെ ഫണ്ടമെന്റലി, ഫൗണ്ടേഷനലി ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ, അതെല്ലാം ശരിയാണ്. ഹല്ലേലൂയ. പക്ഷെ ഞാനൊരു ആത്മാവാണെന്ന തിരിച്ചറിവിൽ ഞാൻ നടക്കുന്നതാണ് ശരിക്കും ഒരു സ്പിരിറ്റ് മാന്റെ ഫസ്റ്റ്, ദ ബേസിക് തിങ്. ഹല്ലേലൂയ. ഞാൻ നടക്കുമ്പോൾ, ഞാൻ എടുക്കുമ്പോൾ, ഞാൻ കാറിലിരിക്കുമ്പോൾ, ഞാനൊരു എന്റെ ഈ ശരീരത്തെ നോക്കി, ഈ ശരീരം അല്ല ഞാൻ. ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിന്റെ കവറിങ് ആണ്, ഉടുപ്പാണ്. ഹല്ലേലൂയ. അപ്പം ഞാനൊരു ആത്മാവാണ്. സ്പിരിറ്റ് കോൺഷ്യസ് മൈൻഡ്. യെസ് തോമസ് ജോൺ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. യെസ്, മനസ്സിലായോ? ഇതാണ് ശരിക്കും നിങ്ങൾ ദർശനങ്ങൾ കാണാനും, ഹല്ലേലൂയ, ദർശനങ്ങൾ കാണാനും വ്യാഖ്യാനിക്കാനും ഒക്കെ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആദ്യത്തെ തിരിച്ചറിവ് വേണ്ടത് എന്താണ്? ഐ ആം എ സ്പിരിറ്റ് മാൻ. ഞാൻ ഈ കാണുന്ന ജഡമല്ല. ഹല്ലേലൂയ. നമ്മുടെ മനുഷ്യന്റെ പ്രത്യേകത എന്നാ? വീണ ശരീരത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. മരണത്തിന് അധീനമായി ശരീരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്ന ഈ കൈയാണ് ശരിക്കും ഞാൻ. ഈ കൈയും ഈ ഫ്ലഷും ഇതെല്ലാം എന്താണ്? ആത്മാവിന്റെ ഉടുപ്പാണ്, ആത്മാവിന്റെ കവറിംഗ് ആണ്. ഹല്ലേലൂയ. അപ്പൊ ആദ്യം ഒരു ആത്മീയ മനുഷ്യൻ എന്ന് ഞാൻ എന്നെ വിളിക്കണമെങ്കിൽ ആത്മാവാണെന്ന തിരിച്ചറിവിൽ ഞാൻ നടക്കാൻ തുടങ്ങണം. അപ്പൊ എങ്ങനെയാ തിരിച്ചറിവ് വരുന്നത്? അതിനാ ദൈവം മൈൻഡ് തന്നേക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പൊ മനസ്സിൽ എപ്പോഴും ഞാനൊരു ആത്മാവാണെന്ന തിരിച്ചറിവിൽ ഞാൻ നടക്കുമ്പോൾ പെട്ടെന്ന് ഇതിന്റെ കണക്ഷൻസ് കിട്ടും. ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ ഒരുമാതിരിപ്പെട്ട ആരും പറഞ്ഞിരത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. I am a spirit living in the body. Exactly. Yes. Hallelujah. ഒരുമാതിരിപ്പെട്ട ആരും ഈ സീക്രട്ടുകൾ, ഇതൊക്കെ സീക്രട്ടുകളാണ്. ഹല്ലേലൂയ. ഇതൊക്കെ ഓരോ ദേവദാസന്മാരുടെ, നിങ്ങൾ ആർക്കും ഇത് പറഞ്ഞു കൊടുക്കില്ലേ? ഹല്ലേലൂയ. 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 നിങ്ങൾ ഇത് ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ദീസ് ആർ വെരി വെരി സീക്രട്ട് തിങ്സ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ നടക്കുമ്പോഴും എടുക്കുമ്പോഴും നമ്മൾ എപ്പോഴാന്ന് അറിയാം, നമ്മുടെ ഒരു വീണുപോയ മനുഷ്യന്റെ ഒരു പ്രോബ്ലം എന്ന് അറിയാം. ഹല്ലേലൂയ. വീണുപോയ ഒരു മനുഷ്യൻ, ഞാനൊരു ആത്മീയ മനുഷ്യൻ അല്ല, ഞാനൊരു അങ്ങനെയല്ല സിസ്റ്റർ ഞാൻ ഉദ്ദേശിച്ചത്, ഞാനൊരു ആത്മാവാണെന്ന്. യെസ് ബ്രദർ, ഹിയറിംഗ് ദിസ് ഫോർ ദ ഫസ്റ്റ് ടൈം. യെസ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് കർത്താവ് എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. നിങ്ങൾ ഒരു സ്പിരിറ്റ് മാൻ ആണെന്നുള്ള കോൺഷ്യസ് നിങ്ങൾ ബിൽഡ് ചെയ്യുവാണെങ്കിൽ വളരെ ഈസിയാണ്, ഇത് എളുപ്പമാണ് ശരിക്കും. ഹല്ലേലൂയ. അപ്പൊ അത് ബിൽഡ് ചെയ്യാൻ തുടങ്ങും തോറും പിശാച് എന്ത് ചെയ്യും? നിങ്ങളെ ജഡത്തിലോട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ സോളിലോട്ടും നിങ്ങളെ വീഴിക്കാൻ നോക്കും. ഹല്ലേലൂയ. നിങ്ങളൊരു സോൾ ആണെന്നും നിങ്ങളൊരു ബോഡി ആണെന്നും നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണെന്നും പിശാച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മൈൻഡിനെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. മൈൻഡിനെ എപ്പോഴും ഐ എം എ സ്പിരിറ്റ്. അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ, നിങ്ങളൊരു ശവം അടക്ക ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അത് നമ്മൾ കാണുന്നത് എന്താണ്? 6 അടി പൊക്കം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ അവിടെ ഫ്ലാറ്റായിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഹല്ലേലൂയ. അപ്പോ എന്താ സംഭവിച്ചത്? ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവ് വിട്ടുപോയി. അപ്പൊ അതിന്റെ അർത്ഥം, ഞാനിപ്പോൾ ഇങ്ങനെ കൈ മൂവ് ചെയ്യുമ്പോൾ ആരാണ് എന്റെ കൈയെ മൂവ് ചെയ്യിക്കുന്നത്? എന്റെ ആത്മാവാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് എന്റെ കയ്യിൽ നിന്ന് ജീവൻ പോയാൽ എന്ത് ചെയ്യും? ഈ കൈ ഓട്ടോമാറ്റിക്കായിട്ട് താഴെ പോകും. ഹല്ലേലൂയ. ഓട്ടോമാറ്റിക്കായിട്ട് താഴെ പോകും. അതല്ലേ മരണം. മരണം എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവ് വിട്ടുപോകുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് തിരിച്ചറിയാൻ ശ്രദ്ധിച്ചേ. അപ്പൊ ആ മനുഷ്യനെ 2 കാലിൽ ഈ ഭൂമിയിൽ നടത്തിയത് ആരാണ്? അവന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. അവന്റെ കൈകളെ മൂവ് ചെയ്യിപ്പിച്ച് അവനെ ആഹാരം കഴിപ്പിച്ചത് ആരാണ്? അവന്റെ ആത്മാവാണ്. അവന്റെ നാവിനെ ഉപയോഗിച്ച് സംസാരിച്ചത് ആരാണ്? അവന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവനെ നമ്മളിപ്പം കിളയ്ക്കാൻ അവന്റെ കൈകളെ മൂവ് ചെയ്യിപ്പിക്കുന്ന ആരാണ്? അവന്റെ ആത്മാവാണ്. കാരണം ആത്മാവ് വിട്ടുപോയപ്പോൾ അവന്റെ കൈകൾ നിശ്ചലമായി, കാലുകൾ നിശ്ചലമായി, അധരം നിശ്ചലമായി, എല്ലാം നിശ്ചലമായി. അപ്പം അവന്റെ ശരീരത്തെ ചലിപ്പിച്ചത് ആരാണ്? അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ, ഒരു വ്യക്തിയുടെ അവയവങ്ങളെ ചലിപ്പിച്ചത് ആരാണ്? അവന്റെ ആത്മാവാണ് ചലിപ്പിച്ചത്. അപ്പൊ ആത്മാവ് വിട്ടുപോയപ്പോൾ എന്ത് ചെയ്തു? ശരീരം നിശ്ചലമായി. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ശരിക്കും ഞാൻ? ജിയോ എന്ന് പറയുന്ന ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്? യു ആർ എ സ്പിരിറ്റ്. അപ്പൊ ആ സ്പിരിറ്റ് കോൺഷ്യൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യണം മൈൻഡിൽ.
എപ്പോഴും പറഞ്ഞു ഐ എം എ സ്പിരിറ്റ്, ഐ എം എ സ്പിരിറ്റ്, ഐ എം എ സ്പിരിറ്റ്. അല്ല, എല്ലാ വിശുദ്ധ ബൈബിളിൽ എഴുതിയ എല്ലാ വചനങ്ങളും നമ്മൾ ആത്മീയരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഞാനൊരു ആത്മീയ മനുഷ്യനെന്ന് ഒരു വ്യക്തി, വെരി ഡീപ്പ്, യെസ് ബ്രദർ, ഹല്ലേലൂയ. ഇതെല്ലാം ടെക്നിക്കുകളാണ്. ഹല്ലേലൂയ. നിങ്ങളെല്ലാം എനിക്ക് നാട്ടിൽ വരുമ്പം എല്ലാവരും എനിക്ക് പൊറോട്ടയും ബീഫും വാങ്ങിച്ചു തരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചിട്ട് എനിക്ക് കപ്പയും മീൻകറിയും എനിക്കിഷ്ടമാണ്. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഞാൻ തമാശ പറഞ്ഞു, ഞാൻ അതിന്റെ സീരിയസ്നെസ് പോകല്ലേ. ഹല്ലേലൂയ. അപ്പോൾ ഞാനൊരു ആത്മീയനാണ് എന്ന ആ കോൺഷ്യൻസ് ഞാൻ ബിൽഡ് ചെയ്യുമ്പോഴാണ് എന്നെ ശരിക്കും ഫണ്ടമെന്റലി ഞാനൊരു ആത്മീയനാണ്, ഒരു ആത്മീയ മനുഷ്യൻ തന്നെ വിളിക്കാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ഐ എം എ സ്പിരിറ്റ്. Hallelujah. Thank you, Jesus. Holy Spirit. Our body is the temple, not only our spirit. Yes, sister, that is correct, sister. Hallelujah. അത് വളരെ കറക്റ്റ് ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഈ ശരീരത്തിനകത്ത് തന്നെയാണ് നമ്മുടെ സ്പിരിറ്റും ഹോളി സ്പിരിറ്റും വൺ. ഹല്ലേലൂയ. ടൈറ്റ്ലി കപ്പിൾഡ് ആസ് വൺ. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിക്കുന്നു പറയുമ്പം നിങ്ങൾ പറഞ്ഞ എല്ലാ പോയിന്റുകളും കറക്റ്റ് ആണ്. പരിശുദ്ധാത്മാവ് വേണം, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കണം, ഹല്ലേലൂയ, കൽപ്പനകൾ അനുസരിച്ച് നടക്കണം, വീണ്ടും ജനിച്ചവനായിരിക്കണം, വിശുദ്ധി ഉണ്ടാവണം, വേറെ എല്ലാം കറക്റ്റാണ്. ഹല്ലേലൂയ. പക്ഷേ ഒരാത്മീയ മനുഷ്യനെന്ന് ഒരുവനെ വിളിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അവൻ ആത്മാവാണ് ഞാനെന്ന തിരിച്ചറിവിനകത്ത് നടക്കുന്നവനായിരിക്കണം. In the conscience, he must always know that he is a spirit. Hallelujah. Thank you. Come to Rajasthan also. Sure. Hallelujah. ഞാൻ നോർത്തേൺ സൈഡിലൊക്കെ വരാം. ഓക്കെ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അപ്പം സ്പിരിറ്റ് കോൺഷ്യസ്നകത്ത് നടക്കുന്നവനാണ്, അല്ലെങ്കിൽ ആത്മാവാണെന്ന തിരിച്ചറിവിനകത്ത് നടക്കുന്നവനാണ് ഈ കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് കിട്ടും. The communication. Hallelujah. So that is requiring a training. അതിനെന്ത് ചെയ്യണം? പരിശീലനം ആവശ്യമാണ്. മനസ്സിനെ പരിശീലിപ്പിക്കണം. Hallelujah. Thank you, Jesus. Hallelujah. പരിശീലിപ്പിക്കണം. I am a spirit, I am a spirit, I am a spirit, I am a spirit. ആലോചിക്കുക, ആ സ്പിരിറ്റിൽ നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവപുത്രന്മാരാണ്. ഹല്ലേലൂയ. ആലോചിക്കുക, ഈ ശരീരമല്ല നിങ്ങൾ. ശരീരം ചിലപ്പോൾ രോഗമുള്ള ശരീരം, എന്താ പറയുക, ചൊറിയുന്ന ശരീരം, സ്കിൻ അലർജി ഉള്ള ശരീരം, ആ ശരീരമല്ല നിങ്ങൾ. In the spirit, you are a son of God, a daughter of God. ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. ഹല്ലേലൂയ. സകല അവകാശത്തിന്റെ ഉടമയാണ്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും ദൈവത്തിന്റെ സ്വരം കേൾക്കാനും ഹല്ലേലൂയ അവകാശമുള്ള മക്കളാണ് നിങ്ങളുടെ സ്പിരിറ്റ്. ആ കോൺഷ്യൻസ് അതിനകത്തോട്ട് നിങ്ങൾ വരുമ്പോൾ, ആ തിരിച്ചറിവിനകത്തോട്ട് നിങ്ങൾ വരുമ്പോൾ, you will easily get things just like that. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയാണ് ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അപ്പം ആത്മീയ മനുഷ്യൻ എന്ന് എന്നെ വിളിക്കണമെങ്കിൽ, നിങ്ങളെ വിളിക്കണമെങ്കിൽ ഫണ്ടമെന്റലി ഞാനൊരു ആത്മാവാണ് എന്ന തിരിച്ചറിവിൽ നടക്കണം ആദ്യം. അപ്പം ആ ആത്മാവാണെന്ന തിരിച്ചറിവിലേക്ക് നടന്നു കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ പെട്ടെന്ന് 1-2 വചനങ്ങളോട് എടുത്തു വെക്കണം. ഹല്ലേലൂയ. ഞാൻ ദൈവപുത്രനാണ്. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. ഞാൻ പണ്ട് യേശയ്യ 61 പറഞ്ഞ പോലെ ഗാർമെന്റ് ഓഫ് സാൽവേഷൻ എൻ്റെ മേലുണ്ട്, ദ റോബ് ഓഫ് റൈച്ചസ്നെസ് ഉണ്ട്, ഓർണമെന്റ്സ് ഉണ്ട്, ഹല്ലേലൂയ, മോതിരങ്ങളുണ്ട്, രത്നങ്ങളുണ്ട്. ഐ ആം അഡോൺ ലൈക്ക് എ കിങ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഐ ആം അഡോൺ ലൈക്ക് എ കിങ്. അതാണ് ശരിക്കും ഈ മൺകൂടാരത്തിനകത്തിരിക്കുന്ന ആത്മീയ മനുഷ്യൻ. ഒരു സിസ്റ്റർ പറഞ്ഞ മൺകൂടാരമാണ് മനുഷ്യൻ, മനുഷ്യന്റെ ശരീരമാണ് മൺകൂടാരം. ഹല്ലേലൂയ. ഈ മൺകൂടാരത്തിനകത്താണ് ശരിക്കും നിങ്ങളിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും നമ്മൾ തെറ്റ് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ശരീരമാണ് ഞാനെന്നും പറഞ്ഞിരിക്കുന്നത്. നോ, ഈ ശരീരമല്ല ഞാൻ. അതാ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു നേരത്തെ. മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തെ നിങ്ങൾ നോക്കിക്കേ. ആ ശരീരത്തിനകത്ത് ഒരു ജീവിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ആ ശരീരത്തെ, മൺകൂടാരത്തെ വിട്ടുപോയപ്പോഴാണ് ശരിക്കും മരണവും നമ്മൾ വിളിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ആ മൺകൂടാരത്തെ മൂവ് ചെയ്തത് ആരാണ്? ആ മൺകൂടാരത്തെ 2 കാലും കൊണ്ട് ഈ ഭൂമിയിൽ നടത്തിച്ചത് ആരാണ്? അവന്റെ സ്പിരിറ്റാണ്. ഹല്ലേലൂയ. ആ സ്പിരിറ്റ് അല്ലായിരുന്നുവെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ നടന്നു പോകണമായിരുന്നു. ഹല്ലേലൂയ. അവന് നടക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവന്റെ കാലുകളെ ഈ ഭൂമിയിൽ നടത്തിയത്, അവന്റെ കൈകളെ ഈ ഭൂമിയിൽ ചലിപ്പിച്ചത്, അല്ലെങ്കിൽ അവനെ സംസാരിപ്പിച്ചത് എല്ലാം എന്താണ്? അവന്റെ ശരീരത്തിൽ ഇരുന്ന
ആത്മാവാണ്, അവനെ പോലിരുന്ന ഒരു ആത്മാവാണ്. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. പിന്നെ പുനരുദ്ധാന സമയത്ത് എന്ത് ചെയ്യും? അവൻ്റെ ബോഡിയും ആ സ്പിരിറ്റും വീണ്ടും ബിക്കം വൺ. ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ മെസ്സേജിലോട്ട് നമ്മൾ വരുമ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് പറഞ്ഞു വെച്ച കാര്യങ്ങളെന്ന് പറയുന്നത് 7 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ വഴിയാണ് പരിശുദ്ധാത്മാവ് എപ്പോഴും ഹല്ലേലൂയ സ്പിരിറ്റ് മാൻ വിത്ത് എ ഹ്യൂമൻ ബോഡി, ദാറ്റ് ഈസ് അവർ മേക്കിംഗ്. യെസ്, ഹല്ലേലൂയ. തോമസ് പദ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നമ്മുടെ ഇമാജിനേഷനിലൂടെ നമ്മളൊരു ദർശനത്തെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കരുത്, മറിച്ച് ദർശനങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം എന്താണ്? ദർശനങ്ങൾ ലഭിക്കുന്നതിന് മുമ്പ് ഒരു ഹാൻഡ് ഷേക്കിംഗ് ഉണ്ടാവണം. നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു ഫ്രീക്വൻസി അലൈൻമെന്റ്, ഒരു ഹാൻഡ് ഷേക്കിംഗ് അതുണ്ടാവുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ എന്താണ്? ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ സ്തുതിക്കുക, അല്ലെങ്കിൽ ഭാഷാവരം ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ സാധാരണ പോലെ പാട്ടുപാടി സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ആത്മീയ കണക്ഷൻ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്താണ്? വചനത്തെ മനസ്സിനകത്ത് ചവച്ചരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ കണക്ഷൻ പെട്ടെന്ന് കിട്ടും. ഹല്ലേലൂയ. നാലാമത് നമ്മൾ എന്താണ്? ഒരു ദർശനം പരിശുദ്ധാത്മാവ് കാണിച്ചു തരുമ്പോൾ അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ പരിശുദ്ധാത്മാവാണ് നമുക്ക് അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ, അതിൻ്റെ മീനിങ് പറഞ്ഞു തരേണ്ടത്. ഹല്ലേലൂയ. അപ്പം ആ മീനിങ് ആ ഓൺ ദ സ്പോട്ടിൽ പരിശുദ്ധാത്മാവ് നമുക്ക് എൻലൈറ്റൻ ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ചില ദർശനങ്ങളാണെങ്കിൽ പിന്നീടൊരു സമയത്ത് പരിശുദ്ധാത്മാവ് ദർശനങ്ങൾ. ഞാനിപ്പം പെട്ടെന്ന് ഒരു ദർശനം, ഞാൻ പണ്ട് കണ്ടൊരു ദർശനമാണ് ശരിക്കും. നിങ്ങൾ കുട്ടനാട്ടുകാരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ശരിക്കും. ഞാനിപ്പം പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദർശനം ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ് ശരിക്കും. ആ ദർശനം പെട്ടെന്ന് ഓർക്കുകയാണ്. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് ശരിക്കും ഞാൻ ഈ ദർശനം കാണുന്നത്. ആ ദർശനം കാണുന്നത് നിങ്ങൾ കുട്ടനാട്ടുകാരാണെങ്കിൽ അറിയാം. കുട്ടനാട്ടിൽ ഈ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പാടത്തൊക്കെ വെള്ളം കെട്ടിക്കഴിയുമ്പോൾ താറാവിനെ വളർത്തും. താറാവ്. അപ്പം താറാവിന് 50-100 ഒത്തിരി കുട്ടനാട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ പറയുന്ന വിഷൻ, ഞാൻ ഇപ്പോൾ ആ ദർശനം വീണ്ടും പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിക്കുന്നു. യെസ്, ഐ ആം ഓക്കെ. കുട്ടനാട്ടില് നമുക്ക് നെൽകൃഷിയൊക്കെ കഴിയുമ്പോഴത്തേനും പാടത്തെല്ലാം വെള്ളം കെട്ടി കഴിയുമ്പോൾ ഇഷ്ടംപോലെ താറാവിനെ ഞങ്ങൾ വളർത്തും. അപ്പം താറാവിനെ വളർത്തുമ്പം ഞാൻ കരുവാറ്റ്. ഓക്കെ. ഹല്ലേലൂയ. അപ്പൊ താറാവിനെ വളർത്തുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 50-100 താറാവിനെ നമ്മൾ ഒരു വള്ളത്തിലിരുന്ന് എന്ത് ചെയ്യുന്നത്, ഒരു വള്ളത്തിൽ നമ്മൾ വള്ളം ഊന്നിക്കൊണ്ട് പോകുന്ന സമയത്ത് ഈ താറാവ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഒരു സൈഡിൽ അടിക്കും, മറ്റേ സൈഡിൽ അടിക്കും. അങ്ങനെ ഇപ്പോൾ അമ്പലപ്പുഴ. അപ്പൊ ഒരു 100-200 താറാവിനെ എന്ത് ചെയ്യും, ഈ പാടത്തോടെ നമ്മൾ വള്ളത്തേല് അതിനെ ഫീഡ് ചെയ്ത് അതിനെ കൊണ്ടുപോകുന്ന ഒരു ഇതുണ്ട്. ഹല്ലേലൂയ. അപ്പം ഒരു വള്ളത്തിൽ ഒരു വ്യക്തി ഇരിക്കും. ആ വെള്ളത്തിൽ ഇരുന്നിട്ട് ഈ താറാവിനെ എന്ത് ചെയ്യുന്നത് 50-100-200-300 ഒക്കെ ഉള്ള താറാവുണ്ട്. അപ്പം അതിനെല്ലാം ഒരുമിച്ച് അതിൻ്റെ കൂട്ടിലോട്ട് കയറ്റാൻ വേണ്ടി കൊണ്ടുപോകും. ഹല്ലേലൂയ. അപ്പം ഈ ഒരു വിഷൻ ഉണ്ടല്ലോ, ഇത് ശരിക്കും 4-5 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിനെ കാണിച്ചത് ദർശനമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കാണിച്ച ദർശനം എന്താണെന്നറിയോ? ഞാനൊരു വള്ളത്തിലിരിക്കുന്നു, എൻ്റെ മുമ്പിൽ കുറേ താറാവ്. ഹല്ലേലൂയ. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പരിശുദ്ധാത്മാവ് ആ വിഷൻ ഹല്ലേലൂയ അത് ഫുൾഫിൽ ആവുക ശരിക്കും ഈ ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ. അനേകം പേരെ. അപ്പൊ ഈ വള്ളത്തിലിരിക്കുന്നവനാണ് ശരിക്കും താറാവ് അങ്ങോട്ടും പോകാതെ ഇങ്ങോട്ടും പോകാതെ ഇതിനെല്ലാം ഒരുമിപ്പിച്ച് കൂട്ടി ഇങ്ങനെ അതിനെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് എത്തിക്കുന്നത് ആരാണ്? ശരിക്കും വള്ളത്തെ ഇരിക്കുന്നവനാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ ആ ഒരു ദർശനം കണ്ടപ്പോൾ ഞാൻ ആ പരിശുദ്ധാത്മാവ് അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഹരിപ്പാടാണ്. ഓക്കെ, ഞാൻ ഹരിപ്പാടാണ്. ഹല്ലേലൂയ. ഇന്ന് പല ദേശങ്ങളിലുള്ള പലരെയും ഹല്ലേലൂയ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് അന്ന് കാണിച്ച ആ ഒരു ദർശനത്തിന്റെ വലിപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ദർശനങ്ങൾക്കും ഓരോ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡീറ്റെയിൽസ്. 5ാമത്തെ കാര്യം എന്താണ്? ഡീറ്റെയിൽസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വിഷൻ വിൽ കം ആൻഡ് ഗോ വെരി ഫാസ്റ്റ്. ഹല്ലേലൂയ. പിന്നെ അതുപോലെ തന്നെ ഒരു അൺറിന്യൂഡ് മൈൻഡിന് ഹല്ലേലൂയ. ഓക്കെ, RV ഡക്സ് അങ്ങനെയല്ല സിസ്റ്റർ ഞാൻ പറഞ്ഞേ. ഞാൻ RV ഡക്സ് അല്ലെങ്കിൽ ഒരിക്കലും അല്ല സിസ്റ്റർ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. പരിശുദ്ധാത്മാവ് അന്ന് കാണിച്ച ഒരു ദർശനമാണ്. ഓരോന്നിനും ഒരു അർത്ഥം ഉണ്ടല്ലോ, ഞാനതാ പറഞ്ഞത്. ഹല്ലേലൂയ. നിങ്ങൾ ഡക്കാന്നല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. എവറിത്തിങ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് റിവീൽസ് ടു അസ് ത്രൂ സർട്ടൻ പിക്ചർ, ഇമേജ്, നമുക്ക് മനസ്സിലാവുന്ന രീതി.
അല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ശരിക്കും ഒരു കൂട്ടം ആൾക്കാരെ ശരിക്കും ദൈവരാജ്യത്തിനകത്ത് ലീഡ് ചെയ്യുമെന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ നിങ്ങൾ താറാവാണെന്നോ സിബി സിസ്റ്ററിനെ വിളിയില്ല, ആ താറാവ് ഞങ്ങളാണ്, നിങ്ങൾ താറാവാണെന്നല്ല അതിന്റെ അർത്ഥം. കർത്താവ് അന്ന് സംസാരിക്കുന്ന ആ മെസ്സേജ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാരെ ഹല്ലേലൂയ ദൈവരാജ്യത്തിനകത്ത് ലീഡ് ചെയ്യാൻ, അവരെ ഗൈഡ് ചെയ്യാൻ, അവരെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ കർത്താവ് ഉപയോഗിക്കുമെന്നാണ് അന്ന് പറഞ്ഞത്. അപ്പം ഇന്ന് അതിന്റെ അർത്ഥം നമ്മളത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത് കണ്ടു എന്ന് ഞാൻ പെട്ടെന്ന് ഈ വിഷൻ പെട്ടെന്ന് ഓർത്തപ്പോൾ ഞാൻ അത് തിരിച്ചറിഞ്ഞാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് തന്നെ 7ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞെന്താണ്? ഒരു അൺറിന്യൂഡ് മൈൻഡിന്, നവീകരിക്കപ്പെടാത്ത ഒരു മനസ്സിന് വിഷൻസ് ക്ലിയർ ആവത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? യെസ്, യു ആർ ഗൈഡിങ് us. യെസ്, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. എല്ലാം എന്താണ്? ദൈവകൃപയാലാണ്. ഹല്ലേലൂയ. ഞാനല്ല ചെയ്യുന്നത്, മറിച്ച് എൻ്റെ മേൽ പകർന്ന ദൈവകൃപയാണ് അത് ചെയ്യുന്നത് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഒന്നിനകത്തും നമുക്ക് പുകഴാൻ ഒന്നുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാം ദൈവകൃപയാണ്. ദൈവത്തിന്റെ യേശുവിന്റെ അപാരമായിട്ടുള്ള സ്നേഹമാണ് എല്ലാത്തിനകത്തും വെളിപ്പെട്ട് വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അൺറിന്യൂഡ് മൈൻഡിന് നമുക്ക് ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഹല്ലേലൂയ 7 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. പിന്നെ ഒരു സ്പിരിറ്റ് മാൻ എന്ന് പറയുമ്പോൾ ആത്മീയ മനുഷ്യനെന്ന് ഒരുവനെ വിളിക്കണമെങ്കിൽ അവന്റെ അടിസ്ഥാനപരമായിട്ട് ഞാനൊരു ആത്മാവാണ് എന്ന തിരിച്ചറിവിൽ നടക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനത്തെ തിരിച്ചറിവിൽ നടക്കുമ്പോൾ, അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഇതെല്ലാം പ്രാക്ടീസുകളാണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഹല്ലേലൂയ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അത് തിരിച്ചറിയുമ്പോൾ ഇറ്റ്സ് വെരി ഹല്ലേലൂയ റിയൽ മീനിങ് ഓഫ് വിഷൻ. യെസ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഓക്കെ, ഒന്ന് രണ്ട് പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സീക്വൻസ് ഇവിടെ നമ്മൾ നിർത്തുകയാണ്. ഹല്ലേലൂയ. ഇതിന്റെ ശരിക്കും ഇനിയും അടുത്ത ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇംപാർട്ടേഷൻ. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ പറഞ്ഞു ഇംപാർട്ടേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. ഒരു ഓപ്പണിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പല വ്യക്തികളിലും കൃപാവരങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ടല്ല തുറക്കുന്നത്. അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് തുറക്കുന്നത്. പരിശുദ്ധാത്മാവാണ് അത് ചെയ്യുന്നത്. അപ്പം ഇംപാർട്ടേഷനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് തന്നിട്ട് നമ്മൾ ശരിക്കും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലൈവ് ശുശ്രൂഷയ്ക്കകത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ഇന്ന് എൻ്റെ സൗണ്ട് സിസ്റ്റം ഒന്നുമില്ല, അപ്പം അതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് പ്രൊസീഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മളിന്ന് പ്രാർത്ഥിക്കുമ്പം എല്ലാ വ്യക്തികളുടെയും ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്ന് നിങ്ങൾ ദർശനങ്ങൾ കാണാൻ ഇടയാകും. ആ ലൈവ് ശുശ്രൂഷ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ കാണുന്ന ദർശനങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഒരാളൊരു ദർശനം ടൈപ്പ് ചെയ്യുമ്പോൾ മറ്റേ ആൾ ആ ദർശനത്തിന്റെ അർത്ഥം എന്താന്ന് പറയുക. അല്ലെങ്കിൽ ആ ദർശനവും അതിന്റെ അർത്ഥവും നിങ്ങൾക്ക് ഒരുമിച്ചറിയാമെങ്കിൽ അത് രണ്ടും നിങ്ങൾ പറയുക. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ഗോയിങ് ടു കം, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വർക്ക്ഔട്ട്. ഹല്ലേലൂയ. അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളുടെ പെട്ടെന്ന് ഒരു ദർശനങ്ങൾ പെട്ടെന്ന് നമുക്ക് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദർശനങ്ങൾ കാണുമ്പോൾ നമ്മൾ ആ ദർശനങ്ങളെ എഴുതി വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞാണ്, എനിക്കൊരു ബ്ലൂ ഫയലുണ്ട്. ഹല്ലേലൂയ. ഈ ബ്ലൂ ഫയല് നിങ്ങളുടെ കൈ കിട്ടുവാണെങ്കിൽ എൻ്റെ രഹസ്യങ്ങളെല്ലാം ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഹല്ലേലൂയ. ഓസ്ട്രേലിയയിലെ ഡാർവിനി വന്ന് ഇതങ്ങ് നിങ്ങൾ മോഷ്ടിച്ചോണ്ട് പോവല്ലേ? തമാശക്ക് പറയുന്ന കേട്ടോ, ആരും സീരിയസ് ആയിട്ടൊന്നും എടുക്കില്ലേ. ഹല്ലേലൂയ. അപ്പൊ എന്താ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എഴുതി വെക്കും. I will write everything here. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള ഒരു ഡയറിയോ ഒരു നോട്ട്ബുക്കോ വാങ്ങിച്ചിട്ട് കാണുന്ന ദർശനങ്ങളെ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ ദർശനം കാണുമ്പോൾ ആ ദർശനത്തിനകത്തുള്ള ഡീറ്റെയിൽസ് എഴുതി വെക്കണം. അതിന്റെ അർത്ഥം അന്ന് ഹോളി സ്പിരിറ്റ് നിങ്ങൾക്ക് റിവീൽ ചെയ്യുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്. ഹല്ലേലൂയ. അപ്പം അങ്ങനെ എഴുതി വെക്കണം. ഇനി അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ അർത്ഥത്തെ ആരായുക. ഹോളി സ്പിരിറ്റ് വാട്ട് എടുക്കുമ്പോഴൊക്കെ സ്പിരിറ്റ് ഓഫ് ഗോഡ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ്? ഇതിന്റെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ. ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. Please send to me that file. Hallelujah. This is my secret file. Hallelujah. ഇതിനകത്ത് ഞാൻ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ I can never share with anybody. Hallelujah. ചില വാക്കുകളൊക്കെ ഞാൻ കോഡിങ്ങിൽ ആയിട്ട് എഴുതി വെച്ചേക്കുന്നത്. Hallelujah. So you won't understand this. Hallelujah. അപ്പൊ ഇങ്ങനെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം എഴുതി വെക്കാം, നമുക്ക് രേഖപ്പെടുത്തി വെക്കാം. Okay. See, Smitha, Susan, John, brother, now my leg pain got relief. See, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ വ്യക്തികൾ സൗഖ്യമാകും. അത് സംഭവിക്കുന്ന സംഭവമാണ്.
റിയൽ സംഭവം. വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യക്തികൾ സൗഖ്യമാകും. ഹല്ലേലൂയ. അപ്പോൾ ഈ ദർശനങ്ങൾ നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? ഒരു ബുക്കിലോ ഒരു ജേർണലിലോ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കീപ്പ്. അത് എഴുതുമ്പോൾ നിങ്ങൾ ആ ദിവസത്തിന്റെ ഏത് ദിവസമാണ് കണ്ടത്, അല്ലെങ്കിൽ ഇന്ന ദിവസം. ഞാൻ ഈ റിലീസ് ചെയ്യുന്ന ചില പ്രൊഫറ്റിക് വേർഡുകളുണ്ടല്ലോ, യൂട്യൂബ് വീഡിയോ ആയിട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഓൺ ദ 26th of January 2021 I saw this vision. ഹല്ലേലൂയ. ഈ ഒരു ദർശനത്തെ ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഞാൻ I saw Abraham Lincoln. I saw his face transformed into the image of a demonic spirit. അപ്പം എല്ലാം ഞാൻ കിട്ടുന്ന ദർശനങ്ങളെല്ലാം ഈ ബുക്കിൽ എഴുതി വിടും. നിങ്ങൾ അതൊരു ഹാബിറ്റ് ആക്കണം. ഹല്ലേലൂയ. ആത്മീയ ലൈഫിനകത്ത് മൂവ് ചെയ്യണമെങ്കിൽ ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ്. ഹല്ലേലൂയ. മനസ്സിലായോ? ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ ആത്മീയ മണ്ഡലത്തിനകത്ത് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അപ്പം ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പിന്നീട് റെഫർ ചെയ്യേണ്ട കാര്യങ്ങൾ വരുമല്ലോ. അല്ലെങ്കിൽ ഞാൻ 2015 എൻ്റെ ഡോക്യുമെന്റിനകത്ത് എഴുതി വെച്ച ചില പ്രവചനങ്ങൾ ഈ വർഷങ്ങളിലൊക്കെ എൻ്റെ ലൈഫിനകത്ത് ഫുൾഫിൽ ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അന്നൊക്കെ കർത്താവ് പറഞ്ഞല്ലോ, ഹി വിൽ പ്രൊട്ടക്ട് യു. ഹല്ലേലൂയ. എല്ലാത്തിൻ്റെയും കോപ്പി തരിക. ഹല്ലേലൂയ. അത് മാത്രം തരത്തില്ല. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അപ്പം വിഷനുകൾ എന്ത് ചെയ്യണം? എല്ലാം നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം പ്രവചനങ്ങളെല്ലാം തന്നെ പുസ്തകങ്ങളായിട്ട് രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്ന് അനേകം ആയിരക്കണക്കിന് തലമുറകൾക്ക് ഇങ്ങേപ്പുറം ഹല്ലേലൂയ നമുക്ക് ആ വചനങ്ങളെല്ലാം പ്രവചനങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തതയോടെ നമുക്ക് വായിക്കാൻ എടുക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അത് എഴുതി വെച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആർക്കെങ്കിലും പറയാമോ എന്തുകൊണ്ടാണ് പ്രവചനങ്ങൾ എഴുതി തന്നത്? കർത്താവ് നമുക്ക് എഴുതി തന്നതിന്റെ കാര്യം അറിയാമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വാമൊഴിയായിട്ട് വേണമെങ്കിൽ നമുക്ക് വചനങ്ങളെ ഈ ജനറേഷനിലൂടെ പാസ് ചെയ്യാമായിരുന്നല്ലോ. നമ്മൾ പല കാര്യങ്ങളും വാമൊഴിയായിട്ടാണ് പാസ് ചെയ്യുന്നല്ലേ. ഇപ്പോൾ ഒരു ജനറേഷനിൽ നിന്ന് വാമൊഴിയായി അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യാറുണ്ട്. പക്ഷേ പ്രവചനങ്ങളെല്ലാം തന്നെ എഴുതിയാണ് തന്നിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? എവിഡൻസ്. ഓക്കെ, വേറെ എന്തെങ്കിലും? ഹല്ലേലൂയ. വേറെ ആർക്കെങ്കിലും പറയാം എന്തുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഒരു പുസ്തകമായി എഴുതി നൽകിയിരിക്കുന്നത്? അതിന്റെ കാരണം എന്താ? പിശാച് കേൾക്കാതിരിക്കാൻ. ഓക്കെ, നഷ്ടപ്പെടാതിരിക്കാൻ. ഹല്ലേലൂയ. നഷ്ടപ്പെടാതിരിക്കാൻ. ഹല്ലേലൂയ. മാറ്റം വരാതിരിക്കാൻ. യെസ്, അതാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. പ്രൂഫ്. ആർക്കും എഴുതി കഴിഞ്ഞാൽ പിന്നെ ആർക്കും മാറ്റാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അതാണ് യേശു കർത്താവ് ടു ഷോ അസ് പ്രൊഫസി. ഓക്കെ, അതെല്ലാം ശരിയാണ്. നോട്ട് ടു ഓൾട്ടർ. യെസ്, ദാറ്റ്സ് കറക്റ്റ്. നോട്ട് ടു ഓൾട്ടർ. അത് മാറ്റപ്പെടാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞില്ലേ ഈ വചനത്തിൽ നിന്ന് ഫോർഗെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അതെല്ലാം ശരിയാണ്, ആൻസർ ശരിയാണ്. പക്ഷെ അതിന്റെ അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം പിതാവായ ദൈവം, സെയിം മീനിങ്, പിതാവായ ദൈവം ഈ ഒരു 7000 വർഷങ്ങൾക്കകത്ത് അല്ലെങ്കിൽ 6000-7000 വർഷങ്ങൾക്കകത്ത് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്ന നമ്മളെ സൃഷ്ടിക്കുമ്പോൾ പിതാവിന് വ്യക്തതയോടെ അറിയാം ഇത് അനേകം തലമുറകൾ തെറ്റാതെ വായിക്കാൻ. അനേകം തലമുറകളായിട്ട് ഇത് മനുഷ്യന്മാർ പെരുകാൻ പോകുമെന്നറിയാം. അപ്പോൾ ഒരു തലമുറയിൽ നിന്ന് മറ്റേ തലമുറ, ആ തലമുറയിൽ നിന്ന് അങ്ങോട്ട് വാമൊഴിയായി കിട്ടിയാൽ എന്ത് ചെയ്യും? അത് മാറ്റപ്പെടാം. ഹല്ലേലൂയ. ഇറ്റ് കുഡ് നോട്ട് ബി ചേഞ്ച് ബൈ എനിബഡി. യെസ്, ദാറ്റ്സ് കറക്റ്റ്. ദാറ്റ്സ് കറക്റ്റ്. അപ്പം എഴുതപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ആർക്കും മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞില്ലേ ഈ വചനത്തിൽ നിന്ന് ആകാശവും ഭൂമിയും കടന്നു പോകും, പക്ഷെ ഈ തിരുവചനങ്ങളിൽ നിന്ന് ഒരു വള്ളിയോ ജോട്ട് ആൻഡ് ടിറ്റിൽ ആൻഡ് ജോട്ട്, ഹല്ലേലൂയ, ഒരു വള്ളിയോ പുള്ളിയോ പോലും ഈ വചനത്തിൽ നിന്ന് മാറ്റപ്പെടത്തില്ല. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ജീസസ്. അതെന്തിനാണെന്നറിയോ? ഒരിക്കലും മാറ്റമില്ലാതിരിക്കാൻ, ആരും മാറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? ദൈവവചനങ്ങൾ എഴുതിയിരിക്കുന്നു. അല്ല, അപ്പൊ അതുകൊണ്ട് ദർശനങ്ങൾ ലഭിക്കുമ്പോൾ എന്ത് ചെയ്യണം? എഴുതി സൂക്ഷിക്കുക. സ്വപ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? എഴുതി സൂക്ഷിക്കുക. ഹല്ലേലൂയ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഫൈനലി ഐ വാണ്ട് ടു ടെൽ യു, ഇപ്പോൾ ഒരു ദർശനം കാണുമ്പോൾ ആ ദർശനം ശരിക്കും പ്രസന്റ് സിറ്റുവേഷനെ കുറിച്ചാകാം, പാസ്റ്റ് സിറ്റുവേഷനെ കുറിച്ചാകാം, ഫ്യൂച്ചറിനെ കുറിച്ചാകാം. ഹല്ലേലൂയ. ഒരു പോയിന്റോടെ ഞാൻ അതിനോട് കൂടി ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ദർശനം നമ്മൾ കർത്താവ് കാണിച്ചു തരുമ്പോൾ, ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കൗൺസിൽ ചെയ്യുമ്പോൾ, ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരു സന്ദേശം എടുക്കാൻ ഹോളി സ്പിരിറ്റിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷനെ കുറിച്ചാകാം, പാസ്റ്റ് സിറ്റുവേഷനെ കുറിച്ചാകാം, ഫ്യൂച്ചറിനെ കുറിച്ചാകാം. ഹല്ലേലൂയ. അപ്പം അത് ഏതാണെന്ന് നമ്മൾ ഡിസൈൻ ചെയ്യണം.
ഹാലലി, അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ദർശനം കാണുമ്പോൾ അതൊരു പ്രവചനമായിട്ട് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണോ, അതോ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ചാണോ, അതോ പാസ്റ്റിനെ കുറിച്ചാണോ എന്ന് നമ്മൾ വിവേചിക്കേണ്ടിയിരിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അത് ആത്മാവിലാണ് വിവേചിക്കേണ്ടത്. അതുകൊണ്ട് അതിനാണ് ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെന്റ്. ഹാലലി, ആത്മാവിൽ വിവേചിക്കാനുള്ള ഒരു കൃപ. ഹാലലി, അപ്പൊ ആത്മാവ് നിറഞ്ഞ എല്ലാ വ്യക്തികൾക്കും ആ ആത്മാവിൽ വിവേചിക്കാനുള്ള കൃപയുണ്ട്. നിങ്ങൾ അന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി, മാറ്റപ്പെടുത്താൻ കഴിയില്ല. യെസ്, കറക്റ്റ്. അപ്പൊ വചനം നമുക്ക് എഴുതി നൽകിയിരിക്കുന്ന കാര്യം ആരും മാറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഐ തിങ്ക് വി ഹാവ് പുട്ട് എ പ്രോപ്പർ ഫൗണ്ടേഷൻ. നമ്മൾ വളരെ ഒരു നല്ല ഫൗണ്ടേഷൻ ഇട്ടു. ഹാലലിയ. ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പാർട്ടേഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതെങ്ങനെയാണ് വിശുദ്ധ ബൈബിളിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ശരിക്കും ഇമ്പാർട്ടേഷൻ നടത്തിയത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്കിനി വേണ്ടത്. അതിനുശേഷം നമ്മൾ ആ ഒരു സെഷന് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഹാലലിയ, നിങ്ങൾ കഴിയുമെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത്, എനിക്ക് വെള്ളിയാഴ്ച എൻ്റെ കമ്പ്യൂട്ടർ തിരിച്ച് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്ക് ആ ഹെഡ്ഫോണും മൈക്രോഫോണും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇതിൽ പ്രാർത്ഥിക്കാൻ പറ്റും. വരുന്ന ചൊവ്വാഴ്ച, ഓക്കെ, വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷ നമ്മൾ ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, ബിബ്ലിക്കലി അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് നമ്മൾ കയറുന്നു. ശനിയാഴ്ച നമ്മൾ എപ്പോഴും എല്ലാ ശനിയാഴ്ചയും രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ആ ഫുൾ സെഷൻ പാട്ടുപാടി ആരാധിച്ചതിന് ശേഷം അത് ചെയ്യും. പിന്നെ ചൊവ്വാഴ്ചത്തെ ശുശ്രൂഷയ്ക്കകത്ത് നമ്മൾ ഇമ്പാർട്ടേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇമ്പാർട്ടേഷൻ്റെ പ്രെയർ, അതിനുശേഷം നിങ്ങൾ ദർശനങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ കാണുന്ന ദർശനം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾ തന്നെ അത് ടൈപ്പ് ചെയ്യുക. ഫ്രം ദെയർ ഓൺവേർഡ്സ് ട്രൈ ടു പ്രാക്ടീസ്. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഒക്കെ വേണമെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. ഹല്ലേലൂയ. ദെയർ ഇസ് നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് അങ്ങനെ പൊസിഷൻ ചെയ്യാം. അപ്പോൾ ഈ വരുന്ന ചൊവ്വാഴ്ച നമ്മൾ വരുന്ന ചൊവ്വാഴ്ച, ഇപ്പം ഇന്ന് ചൊവ്വാഴ്ച 7-ാം ദിവസം. അപ്പം ഒരു കാര്യം, നിങ്ങൾ ഈ ഇമ്പാർട്ടേഷന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികൾ, വരങ്ങൾ തുറക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഹല്ലേലൂയ, ഇഫ് യു ക്യാൻ ഫാസ്റ്റ് ഇൻ ദ കമ്മിങ് ഡേയ്സ്, ഈ വരുന്ന ദിവസങ്ങൾക്കകത്ത് നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം, നമുക്ക് എല്ലാ നേരവും ഫുള്ള് ഫാസ്റ്റിങ്ങിന് അല്ല ഉദ്ദേശിക്കുന്നത്, അത്യാവശ്യം നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം ഉപേക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ ഒരു ചൊവ്വാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, വരുന്ന ചൊവ്വാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരുങ്ങാൻ സാധിക്കുമെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. അത് വളരെ അനുഗ്രഹമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരു ചെറിയ ഫാസ്റ്റിങ്, അതെന്താ ഒരു സബ്മിഷൻ, ഒരു എളിമപ്പെടുത്തുക കർത്താവിന് മുമ്പിൽ. കർത്താവ്, എനിക്ക് ദർശനങ്ങൾ കാണാൻ ആഗ്രഹമുണ്ട്, അങ്ങ് എന്നോട് സംസാരിക്കുന്ന രീതിയെ തിരിച്ചറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ സഹായിക്കണമേ, എന്നെ ഹെൽപ്പ് ചെയ്യണമേ, എൻ്റെ ആത്മാവിൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ എപ്പോഴും ഒരു വ്യക്തിയുടെ കരച്ചിലിനാണ് എപ്പോഴും കർത്താവ് ആൻസർ ചെയ്യുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, ഐ പ്രൈസ് യു. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, ഐ പ്രൈസ് യു. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്. അപ്പം ആ വ്യക്തിയുടെ കരച്ചിൽ കാണുമ്പോൾ, അവൻ്റെ ഡിസയർ കാണുമ്പോഴാണ് ശരിക്കും കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരാൻ ഇടയാവുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന വ്യക്തികൾ, ചൊവ്വാഴ്ചയാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഞാൻ ഐ ആം ലീവിങ് അപ് ടു യു. നിങ്ങൾക്ക് ഇടുകയാണ് ശരിക്കും. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, 7 ദിവസമുണ്ട്. ഈ 7 ദിവസത്തിനകത്ത് ഏതെങ്കിലും ഒരു 3-4 ദിവസം, 3 ദിവസമോ 2-3 ദിവസം നിങ്ങൾക്ക് ഉപവസിക്കാൻ പറ്റുവാണെങ്കിൽ ഒരു നേരത്തെ ആഹാരം, നിങ്ങൾ ചിലപ്പം പല ആരോഗ്യപരമായിട്ടുള്ള പല കാരണങ്ങൾക്കകത്ത് നിൽക്കുന്ന വ്യക്തികളുണ്ടാകാം, ഒരു നേരത്തെ ആഹാരം ഉപയോഗിച്ചുകൊണ്ട്, ലോർഡ് ഐ ആം ഡിസയറിങ് ടു സീ ഫ്രം ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ആത്മാവിൻ്റെ കണ്ണുകളെ തുറക്കണമേ, ആ ശുശ്രൂഷയ്ക്കകത്ത് പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ എന്ന് നിങ്ങൾ ഡിസയർ ചെയ്യുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ മേലിൽ ആ കൃപ തുറന്നു വരും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ വൈൻഡപ്പ് ചെയ്യാം. രോഗികളായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. 1 മിനിറ്റ് നേരം രോഗികളായിരിക്കുന്ന വ്യക്തികൾ, ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾക്കകത്ത്, ഇപ്പോൾ പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് രോഗികളായിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ തന്നെ, ഹല്ലേലൂയ, പ്ലീസ് റെഡി ഫോർ യുവർ ഹീലിംഗ്. നിങ്ങളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. രോഗികളായിരിക്കുന്ന വ്യക്തികൾ, നടുവിൻ്റെ വേദനയാകാം, തോളിൻ്റെ പ്രശ്നങ്ങളാകാം, കിഡ്നി സ്റ്റോൺസ്, എന്ത് ഇഷ്യൂസ് ആകാം, അല്ലെങ്കിൽ ട്യൂമറുകളാകാം, അല്ലെങ്കിൽ അങ്ങനെ വിഷയത്തിലായിരിക്കുന്ന വ്യക്തികൾ ദയവ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി റെഡിയായിക്കെ. നമ്മൾ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്നത്തെ ശുശ്രൂഷകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതിനു മുമ്പ് ആദ്യമായിട്ട് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് കാണിച്ചതാണ് സ്പിരിറ്റ് ഓഫ് ഡെത്ത്.
മരണത്തിൻ്റെ ദുരാത്മാക്കൾ. ഹാലലിയ. അപ്പം നമ്മൾ ആ ഒരു വിഷയമായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു വിഷയത്തിന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ മറ്റുള്ള രോഗികളായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഹാലലിയ. ഐ സോ സ്പിരിറ്റ് ഓഫ് ഡെത്ത്, മരണത്തിന്റെ ചില ദുരാത്മാക്കൾ. ഹാലലിയ. ഐ ആം ഗോയിങ് ടു പ്രേ അഗൈൻസ്റ്റ് ദോസ് സ്പിരിറ്റ്സ് റൈറ്റ് നൗ. എന്ത് രോഗമായിക്കോട്ടെ, ഹാലലിയ ഹാലലിയ, വി ആർ ഗോയിങ് ടു പ്രേ അഗൈൻസ്റ്റ് ദാറ്റ് സ്പിരിറ്റ് റൈറ്റ് നൗ. ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹാലലിയ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ, കർത്താവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, അഭിഷേകത്താൽ ഞങ്ങൾ ഒരുമിച്ച് ഈ ലൈവ് ശുശ്രൂഷയിൽ ആയിരിക്കുന്ന ഓരോ മക്കളോടും കൂടെ ഞാൻ അങ്ങനെ സന്നിധിയിലേക്ക് വരുന്നു. ഹാലലിയ. യേശുവിൻ്റെ രക്തത്താൽ ഈ മക്കളെ ഇപ്പോൾ മുദ്രയിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ശരീരവും മനസ്സും ആത്മാവും ഇപ്പോൾ യേശു കർത്താവിൻ്റെ രക്തത്താൽ മുദ്രയിടുന്നു. ഇവരുടെ കുടുംബത്തെ യേശുവിൻ്റെ രക്തത്താൽ തളിച്ച് മുദ്രയിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ. ഈ മക്കൾക്കെതിരെ വ്യാപരിക്കുന്ന ഹാലലിയ എല്ലാ സ്പിരിറ്റ് ഓഫ് ഡെത്ത്, എല്ലാ മരണത്തിൻ്റെ ദുരാത്മാക്കളെയും ഹാലലിയ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ, ഹാലലിയ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ഹാലലിയ, ഈ മക്കളുടെ ജീവനെതിരെ വ്യാപരിക്കുന്ന, ഈ മക്കളുടെ ആയുസ്സിനെതിരെ നിലനിൽക്കുന്ന ഹാലലിയ പിശാചിന്റെ വ്യാപാരങ്ങൾ, ഹാലലിയ, അന്ധകാരത്തിന്റെ പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഹാലലിയ. യു സ്പിരിറ്റ് ഓഫ് ഡെത്ത്, ഐ ബൈൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓൾ യുവർ അതോറിറ്റീസ് ആൻഡ് ലീഗൽ റൈറ്റ്സ് ഐ ക്യാൻസൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹോളി സ്പിരിറ്റ്, ഹാലലിയ. ഓൾ യുവർ റൈറ്റ്സ് ഐ ക്യാൻസൽ റൈറ്റ് നൗ വിത്ത് അതോറിറ്റി ഓഫ് ക്രൈസ്റ്റ്. ഹാലലിയ. കെട്ടാനും അഴിക്കാനും യേശുവിന്റെ നാമ മഹത്വത്തിനായി അത് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് മരണത്തിന്റെ ദുരാത്മാക്കൾ, സ്പിരിറ്റ് ഓഫ് ഡെത്ത്, hallelujah, all your legal rights and agreements, your covenants, I break in the name of Jesus right now. Hallelujah. I bind you right now in the name of Jesus. Hallelujah. I cast you out right now in the name of Jesus. Leave the children of God right now. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. യോഹന്നാൻ 10:10 പ്രകാരമുള്ള കർത്താവ് പറഞ്ഞിട്ട്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും അതിന്റെ സമൃദ്ധി നൽകാനുമാണ് എന്ന വചനത്തെ ഈ മക്കളിലേക്ക് ഇപ്പോൾ റിലീസ് ചെയ്യുന്നു. ഇവരുടെ ശരീരങ്ങളിലേക്ക് യേശുവിന്റെ ജീവനെ റിലീസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവരുടെ ജീവിതങ്ങളിലേക്ക് യേശുവിന്റെ ജീവനെ റിലീസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവരുടെ ആത്മീയ മണ്ഡലത്തിലേക്ക് യേശുവിന്റെ ജീവനെ റിലീസ് ചെയ്യുന്നു. ബൈ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ഐ സീൽ ഓൾ ഓഫ് യു റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. ഹല്ലേലൂയ. രോഗികളായിരിക്കുന്ന വ്യക്തികൾ, നിങ്ങളുടെ ശരീരങ്ങൾക്കകത്ത്, നേരത്തെ ഒരു സിസ്റ്റർ പറഞ്ഞു, എൻ്റെ വചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കാലിൻ്റെ വേദന കുറഞ്ഞതായിട്ട് സിസ്റ്റർ പറഞ്ഞു. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ രോഗികളായിരിക്കുന്ന വ്യക്തികൾ, ഹല്ലേലൂയ, വിവിധ രോഗത്തിന്റെ മേഖലയിലായിരിക്കുന്ന വ്യക്തികൾ, ഇപ്പോൾ തന്നെ നിങ്ങൾ രോഗമുള്ള സ്ഥലങ്ങളിലേക്ക് കൈകൾ വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലൈവിലായിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ രോഗത്തിലുള്ള വ്യക്തികൾ, എന്ത് രോഗമായിക്കോട്ടെ, ബാക്ക് പെയിൻ ആകാം, ഷോൾഡർ പെയിൻ ആകാം, തലവേദന എഴുതിയവരുണ്ട്, ഹല്ലേലൂയ, കിഡ്നി സ്റ്റോൺസ്, തൈറോയിഡ്, അല്ലെങ്കിൽ മുഴകൾ, എന്ത് രോഗമായിക്കോട്ടെ, ഹല്ലേലൂയ, കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. യേശു കർത്താവിന് സൗഖ്യമാക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു വിഷയങ്ങളുമില്ല. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ വിശ്വാസത്തോടെ ഒരു മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഏത് രോഗമായിക്കോട്ടെ, കർത്താവിന്റെ അടിപ്പിണരായിട്ടുള്ള സൗഖ്യത്തെ നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന് റിലീസ് ചെയ്യാൻ പറ്റും. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കുടുംബ സമാധാനമായിക്കോട്ടെ, അപ്പൊ കുടുംബത്തിനകത്തുള്ള ഹീലിംഗ് എന്തുമായിക്കോട്ടെ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഉയർത്തിക്കുക. വിവാഹം നടക്കാത്ത വ്യക്തികളാകാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തികളാകാം, ഹല്ലേലൂയ, ഉയർത്തിക്കുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഞങ്ങൾ ഒരേ മനസ്സോടെ ചോദിക്കുന്ന ഏത് വിഷയത്തിനകത്തും ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ മക്കളുടെ ശരീരങ്ങളിൽ നിന്ന് രോഗത്തിന്റെ അവസ്ഥകൾ വിട്ടുമാകട്ടെ. ഹല്ലേലൂയ. നടുവിന്റെ വേദനകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാകട്ടെ. ഷോൾഡർ പെയിനുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാകട്ടെ. കടുത്ത തലവേദനകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാകട്ടെ. ഹല്ലേലൂയ. കുടുംബത്തിലുള്ള അസമാധാനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാകട്ടെ. ഹല്ലേലൂയ. ഈ മക്കൾക്കെതിരെയുള്ള കൂടോത്രത്തിന്റെ മന്ത്രവാദത്തിന്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാകട്ടെ. ഹല്ലേലൂയ. ഡിവോഴ്സുകൾ ക്യാൻസൽ ആവട്ടെ. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. മൈഗ്രെയിൻ തലവേദനകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാകട്ടെ. ബാക്ക് പെയിനുകൾ സൗഖ്യമാകട്ടെ. ഷോൾഡർ പെയിനുകൾ സൗഖ്യമാകട്ടെ. അല്ലെ നീ പെയിനുകൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. അല്ലെ ഐ റിലീസ് ദ ഹീലിംഗ് റൈറ്റ് നൗ ഇൻ ജീസസ് മൈറ്റി നെയിം. ഐ റിലീസ് ദ ഹീലിംഗ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യത്തെ റിലീസ് ചെയ്യുന്ന ഇവരുടെ ശരീരങ്ങളിലേക്ക്. തൈറോയിഡുകൾ സൗഖ്യമാകട്ടെ. അല്ലെങ്കിൽ മുഴകൾ ഇവരുടെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യങ്ങളെ റിലീസ് ചെയ്യുന്ന ദ നെയിം ഓഫ് ജീസസ്. ഇൻ 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 ദ നെയിം ഓഫ് ജീസസ്.
In the name of Jesus. 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 Holy Spirit, I praise you. Hallelujah. Receive your healing right now in Jesus' mighty name. Receive your healing right now in the Jesus' mighty name. Hallelujah. Amen. 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 ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. നടുവിന് വേദനയുള്ളവർ കുനിഞ്ഞു നോക്കുക. ഷോൾഡർ ഉയർത്താൻ പറ്റാതിരുന്നവർ ഷോൾഡറുകൾ ചെക്ക് ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങളുടെ തൈറോയിഡിന്റെ പ്രോബ്ലം ഉള്ളവർ ടെസ്റ്റ് യുവർ ബോഡി. ഹല്ലേലൂയ. ടെസ്റ്റ് യുവർ ബോഡി ആഫ്റ്റർ ദ പ്രേയർ. The Lord Jesus Christ is the healer. യേശു കർത്താവാണ് സൗഖ്യമാക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിനകത്ത് നിങ്ങൾക്ക് ആ സൗഖ്യത്തെ തിരിച്ചറിയാൻ സാധിച്ചെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിന് മുകളിലുള്ള നമ്പറിൽ നിങ്ങളൊരു വാട്സാപ്പ് നമ്പറിനകത്ത് ടെസ്റ്റിമണി അയക്കാൻ മറന്നുപോലെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ സമയമായി. ഇവിടെ സമയം വെളുപ്പിന് 1 മണിയാവുന്നു. കാണാം നമുക്ക് വെള്ളിയാഴ്ച. Hallelujah. It's a very important service for Friday. Is very important. Impartation. അതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്, പരിശുദ്ധാത്മാവിലുള്ള നിറവുകൾ, അതെല്ലാം ശേഷം വരുന്ന ചൊവ്വാഴ്ച നമുക്ക് അങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ വെക്കാം. വരുന്ന ചൊവ്വാഴ്ച നമുക്ക് ഈ വരങ്ങൾ, ദർശന വരങ്ങൾ തുറക്കാനുള്ള അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങണം. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ചാണ് ഹോളി സ്പിരിറ്റിന്റെ വർക്കിംഗ് വരുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിനകത്തുനിന്നുള്ള ഒരു തേങ്ങലാണ് ശരിക്കും പരിശുദ്ധാത്മാവിനെ അട്രാക്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. തേങ്ങുന്ന ഒരു ഹൃദയം എപ്പോഴും എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആകർഷണം ഒരു വ്യക്തിയിലേക്ക് വരുന്ന എപ്പോഴാണെന്നറിയോ? ആ വ്യക്തിയുടെ ഹൃദയം തേങ്ങുമ്പോൾ, ആ വ്യക്തിയുടെ ഹൃദയം ആഗ്രഹിക്കുമ്പോൾ. ഹല്ലേലൂയ. ഏർണസ്റ്റ്ലി ഡിസയർ ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അതാണ് പൗലോസ് അപ്പോസ്തലൻ 1 Corinthians 14 പറയുന്നത്. വരങ്ങൾക്ക് വേണ്ടി, ആത്മീയ വരങ്ങൾക്ക് വേണ്ടി തീവ്രതയോടെ തീക്ഷ്ണമായി നിങ്ങൾ അഭിലഷിക്കുവിൻ, പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി എന്ന് അപ്പോസ്തലൻ അവിടെ പറയുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഞാൻ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദയവേത് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന മക്കൾ ദയവേത് ഈ ശുശ്രൂഷകൾ ഷെയർ ചെയ്താട്ടെ. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്താട്ടെ. മറ്റൊരു വ്യക്തിയും കൂടെ ഈ ശുശ്രൂഷകളെ കുറിച്ച് അറിയാനിടയാകും. ഈ വരുന്ന ദിവസങ്ങളിൽ അവരും റെഡിയാകാൻ ഇടയാകും. അനേകർ ഒരുമിച്ച് ആത്മീയ വരങ്ങൾക്കകത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സാത്താന്റെ കിങ്ഡമാണ് തകരുന്നത്. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഓരോ വ്യക്തിയും നിങ്ങളെക്കുറിച്ചുള്ള തൻ്റെ പിതാവിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ശരിക്കും പിശാചിന്റെ അടിവേര് പൊട്ടുന്നത്. അപ്പോഴാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തി അവൻ ആരാണെന്നുള്ള തിരിച്ചറിവ്. ഹല്ലേലൂയ. 2 അവനെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണെന്നുള്ള തിരിച്ചറിവ്. ഈ 2 കാര്യങ്ങൾ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അൺസ്റ്റോപ്പബിൾ ആ പേഴ്സൺ. ഹല്ലേലൂയ. അവനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കാരണം അവന് നടക്കേണ്ട വഴി അറിയാം. ഹല്ലേലൂയ. ഇപ്പൊ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പോകേണ്ട വഴി അറിയത്തില്ല. എന്താണ് ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് പോകേണ്ടതെന്നോ അറിയത്തില്ല. ഹല്ലേലൂയ. ബട്ട് വെൻ യു ആക്ച്വലി നോ വാട്ട് ഈസ് ദ വിൽ ഓഫ് ഗോഡ് കൺസേണിങ് യുവർ ലൈഫ്, നിങ്ങളെക്കുറിച്ചുള്ള വഴി എന്താണ്, പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ യു ആർ അൺസ്റ്റോപ്പബിൾ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം തന്നെ ഞാൻ കണ്ടതാണ്. നേരത്തെ കാണുന്ന പ്രവർത്തികളാണ് ഞാൻ ചെയ്യുന്നത്. കാണാത്തതൊന്നും ചെയ്യത്തില്ല. എന്റേതായിട്ടുള്ള ഒന്നും ചെയ്യത്തില്ല. എല്ലാം വാട്ട് ഐ സീ ഇൻ ദ സ്പിരിറ്റ് ഐ ഡു. ഹല്ലേലൂയ. ആത്മാവിൽ കാണുന്നത് അതേപോലെ ചെയ്യും. അപ്പൊ ആത്മാവിൽ കണ്ടതാണോ അത് ചെയ്താണെങ്കിൽ അതിനകത്ത് റിസൾട്ട് വരും. കർത്താവ് ആഗ്രഹിക്കുന്ന റിസൾട്ട് അതിലൂടെ വരാനിടയാവും. ഗോഡ് ബ്ലസ് യു. നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു. എല്ലാത്തിലും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. കർത്താവിന്റെ അഭിഷേകം നിങ്ങളെ പൊതിയുവാൻ ഇടയാകട്ടെ. വരുന്ന ദിവസങ്ങൾക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സീരിയലും കണ്ട് ടിവിയും കണ്ട് സിനിമയും കണ്ട് അങ്ങനെ നിങ്ങൾ സമയം കളയല്ലേ. മറിച്ച് ഒരു നേരം ഫാസ്റ്റ് ചെയ്യുക, കൂടുതൽ വചനം വായിക്കുക. കർത്താവിന്റെ ആ കൃപയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി റെഡിയാകുക. ഗോഡ് ബ്ലസ് യു. ദയവ് ചെയ്ത് ശുശ്രൂഷകൾ ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പോകാവൂ. ഗോഡ് ബ്ലസ് യു. ആമേൻ. നമുക്ക് വെള്ളിയാഴ്ച